السلام عليكم ورحمة الله وبركاته. വന്യരായ സയ്യിദുമാർ, പണ്ഡിതന്മാർ, സ്നേഹനിധികളായ സുന്നി പ്രവർത്തകർ, എന്റെ ശബ്ദം വിദൂരത്തെ ഏതെങ്കിലും റൂമുകൾക്കുള്ളിലിരുന്ന് കേൾക്കുന്ന എന്റെ പഴയകാല സുഹൃത്തുക്കൾ, എല്ലാവർക്കും ചിന്തിക്കാനും പ്രവർത്തിക്കാനും സത്യത്തിന്റെ പക്ഷത്തേക്ക് കടന്നുവരാനുമുള്ള വാക്കുകൾ ഉച്ചരിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആദ്യമായി ഞാൻ ദുആ ചെയ്യുന്നു. അതുപോലെ ഒരുപാട് കാലം ഈ പ്രദേശങ്ങളുടെ പരിസരങ്ങളിലും മറ്റും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി ഊണുമുറക്കും ഒഴിച്ച് നടന്ന ഓർമ്മകൾ ഈ വേദിയിൽ കയറുമ്പോൾ മറക്കാനായി ഞാൻ ശ്രമിക്കുകയാണ്. ഇത്തരമൊരു വേദിയിൽ നിങ്ങളോടൊപ്പം, അഥവാ യഥാർത്ഥ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനും അതിന്റെ പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന വേദികളിൽ പങ്കെടുക്കാനും തൗഫീക്ക് നൽകിയ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. ലക്കൽ ഹംദു യാ അല്ലാഹ്. ഇനിയും ഈ സത്യത്തിന്റെ പക്ഷത്തെത്തുന്നതിന് പ്രതിസന്ധികളായി ദുനിയാവ് മാത്രം ബാക്കിയുള്ള സുഹൃത്തുക്കൾക്കും തെറ്റിദ്ധാരണ ബാക്കിയുള്ള പ്രവർത്തകർക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെക്കുറിച്ചും തെറ്റിദ്ധാരണ മാത്രം പരത്തിയ നേതാക്കൾ കാരണം വഴിമുടങ്ങിപ്പോയ ആളുകൾക്കും അല്ലാഹു ഹിദായത്തിന്റെ വഴി തുറന്നുകൊടുക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിച്ച വിഷയങ്ങൾ ഒന്ന് ഷഅറാണ്, മറ്റൊന്ന് ഷെയറാണ്, മറ്റൊന്ന് പിരിവാണ്, പിന്നൊന്ന് ഇതെല്ലാം കൂടിയ ഒരു സംഘടനയും. ഈ ചർച്ചകൾ ആരംഭിക്കുമ്പോൾ ജലീൽ സഖാഫി എന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ സന്തത സഹചാരിയും ഇഷ്ടശിഷ്യനും പറഞ്ഞതുപോലെ ഇത് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരു യാത്രയും സ്വീകരണവും ഒക്കെ നടത്തിയത് കോഴിക്കോട് കേന്ദ്രമാക്കിയായിരുന്നു. പോലീസ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നിന്നാണ് തിരിച്ചു കൊണ്ടുപോക്ക് പ്രക്രിയ ആരംഭിച്ചത്. ആ സമയത്ത് കോഴിക്കോട് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും ശേഷം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും പിന്നീട് നേരെ കാരന്തൂരിലേക്കും അവിടെ നിന്ന് നേരെ ആക്കോടേക്കും പിറ്റേ ദിവസം എയർപോർട്ടിലേക്കുമുള്ള യാത്രയിൽ പൂർണ്ണമായി പിന്തുണ നൽകിയ ഒരു വ്യക്തി ഈ നാട്ടിൽ തന്നെ എന്റെ കൺവട്ടത്ത് ദൂരെ എവിടെയോ എത്താൻ പറ്റുന്ന, നോക്കിയാൽ എത്താൻ പറ്റുന്ന ഭാഗത്ത് എവിടെയോ നിന്ന് ഇത് കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്നങ്ങനെ അത് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ച് ബോംബെയിലേക്കുള്ള യാത്രയയപ്പ് വളരെ ഉഷാറാക്കണമെന്ന് പറഞ്ഞ സമയത്ത് ആ നിർദ്ദേശം വിളിച്ചറിയിച്ചപ്പോ ഈ കക്കാടുള്ള എന്റെ പഴയകാല സുഹൃത്ത് എന്നോടൊപ്പം അന്നതിലുണ്ടായിരുന്നു. അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടും ആമുഖമായി എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സുഹൃത്ത്, താങ്കളുടെ നേതാവെന്ന സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയത്, കൂടെ പോയതെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന്. രണ്ട്, അത് കൊണ്ടുപോകാൻ വേണ്ടി ജാലിയവാലയുടെ നിർദ്ദേശം എനിക്കുണ്ടായിരുന്നു എന്നും നിങ്ങൾക്കറിയാം. മൂന്ന്, പിന്നീടത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വാദത്തിൽ റോങ് മാത്രമായി മാറിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാക്കും. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോടും മറ്റു സുഹൃത്തുക്കളോടും ചോദിക്കുകയാണ്,
എന്തായിരുന്നു ഇവിടെ കേരളത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന ഉസൂല്? എന്താ നമ്മൾ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ചേർത്ത് പറഞ്ഞാൽ മാത്രം മതി എന്നാണ് നമ്മളിവിടെ കേരളത്തിൽ പ്രസംഗിച്ചിരുന്നത്. സമസ്തയുടെ പണ്ഡിതന്മാർ പരീക്ഷണത്തിനുള്ള അവസ്ഥകളും സനദുമൊക്കെ ചോദിച്ചപ്പോ നമ്മൾ എല്ലാ സമയത്തും പറഞ്ഞിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞാൽ മാത്രം മതി എന്നായിരുന്നു. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട എന്റെ കൂടെ അന്നുണ്ടായിരുന്ന സുഹൃത്തിനോട് ഞാൻ ചോദിക്കുന്നു, അന്ന് പോലീസ് കമ്മീഷണറുടെ കയ്യിൽ നിന്ന് ഒരു കത്ത് നമുക്ക് ലഭിച്ചിരുന്നു. എന്തായിരുന്നു കത്തിലുണ്ടായിരുന്നത്? ആ കത്തിലുണ്ടായിരുന്നത് SKSSFന്റെ നേതാക്കൾ ഒപ്പിട്ടുകൊടുത്ത, അതുപോലെ ബോംബെയിൽ നിന്ന് വന്ന ഇമ്രാൻ ദാദാനി അടക്കമുള്ള ആളുകൾ ഒപ്പിട്ട ഒരു കത്ത്, ഒരു രേഖ, ടൈപ്പ് ചെയ്തൊരു രേഖ ഇംഗ്ലീഷിലായിരുന്നു. അതിൽ SKSSF എഴുതി കൊടുത്തത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജാലിയവാലയും കാന്തപുരത്തെയും കൊടുക്കണമെന്ന് വളരെ കർക്കശമായി ചില കുടുക്കുകൾ ഒരുക്കി കാത്തിരുന്ന SKSSFുകാർ അതിൽ പലതും മാറ്റിവെച്ചുകൊണ്ട് അവരെഴുതി കൊടുത്തു ഹോളി ഹെയർ, എന്നിട്ട് ബ്രാക്കറ്റിൽ ബാൽ മുബാറക്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി നിങ്ങൾ തന്നു എന്ന് പറയുന്ന അതിൽ തന്നെയുള്ള മാറ്ററാണ്. ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ് ഇതിലുള്ളത് എന്നാണ് അന്ന് ആ കത്തിലുള്ളത്. കക്കാടുള്ള പ്രിയപ്പെട്ട എന്റെ സുഹൃത്തെ, അന്ന് ആ കത്തിൽ ആ വാക്കില്ലേ? ഇനിയിപ്പോ ഞാൻ ആ കത്ത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും പിറ്റേ ദിവസം സിറാജിൽ വന്ന ആ കത്തിൽ ആ വാക്കുണ്ടെന്ന് നിങ്ങൾക്കും ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ പറയുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോ അങ്ങനെ പറയപ്പെട്ടാൽ മാത്രം മതി എന്ന് പറയുന്നൊരു വിഭാഗത്തിന്റെ ആളുകളുടെ കയ്യിലേക്ക് SKSSF പോലും എഴുതിയിട്ടാണ് കൊടുത്തത്. പറയപ്പെടല്ല, എഴുതപ്പെടുക ചെയ്തത്. ഇങ്ങനെ എഴുതി കൊടുത്തൊരു സാധനം പിന്നെ പൊന്മുള പ്രസംഗിക്കുന്നു, ഇതിന് നമ്മൾ സ്വീകരണം നടത്തിയപ്പോ അത് റോങ് ആണ്. ഞാനിപ്പോ പഴയ SSFകാരനാണ്, ഞാൻ SKSSFിലുള്ള ആളായിട്ടല്ല സംസാരിക്കുന്നത്. എന്റെ ആ പഴയ കാലത്തെ ഞാൻ ഓർക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ കൂടെ തന്നെ ഞാനുണ്ട്, SSFകാരുടെ കൂടെ. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി തന്നെ പറയുന്നത്, ഇങ്ങനെ ഒരു ഉസൂല് പറഞ്ഞിരുന്ന നമുക്ക് എങ്ങനെയാണ് പിന്നെ അത് റോങ്ങായി മാറുന്നത്? അങ്ങനെയാണെങ്കിൽ അത് റോങ്ങാണ്, ആരെങ്കിലും അത് അല്ല എന്ന് പറഞ്ഞൊരു വിമർശനമുയർത്തിയാൽ അത് റോങ്ങാണ് എന്ന് പറയണം. അങ്ങനെ പറയാം എന്ന് പറയുന്നതിന്റെ രീതിശാസ്ത്രം മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ SKSSF പറഞ്ഞത് നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരല്ലേ? അങ്ങനെയാണെങ്കിൽ SKSSF എതിർത്തുകൊണ്ട് പുറത്തുനിന്ന് പറഞ്ഞപ്പോ, SKSSFകാർ പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് പറയാൻ നമുക്ക് ബാധ്യതയില്ലേ? എന്നാ പിന്നെ ഞാൻ മറ്റൊന്നും കൂടി തെളിയിച്ചു തരാം. ഹമീദ് ഫൈസിയും മറ്റും ബോംബെയിൽ പോയപ്പോ അതിന് നേരിൽ കണ്ടിട്ടില്ല എന്ന് ഹമീദ് ഫൈസി പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഇവിടെ എത്തിയിട്ട് പറഞ്ഞു, ആ നേരിൽ പരിശോധനയിൽ ചില വിക്രിയകൾ ഒപ്പിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ പിന്നെ SKSSFന്റെ പ്രവർത്തകർ ഇവിടെ നിന്ന് തിരിച്ചുകൊടുത്തു എന്ന് പറയുന്ന ഷെയറിൽ ഞാൻ ആദ്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ, ലോകത്തുള്ള സുന്നികൾ കേൾക്കാൻ ആദ്യമായിട്ടാണ് ഇത് ഒരു സ്റ്റേജ് പറയുന്നത്. ആ ഷെയർ ബോംബെയിൽ എത്തിയതിനു ശേഷം 3-ാം ദിവസം ഞാനും ബോംബെയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പോകും വരെ അവരാരും അത് തുറന്നില്ല. എന്നിട്ട് ഞാൻ പോയതിനു ശേഷം അവർ പറഞ്ഞു ഇതിൽ നേരില്ല എന്ന്. പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു നേരില്ല. എന്നിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് എന്റെ കയ്യിൽ തന്നു. നേരില്ലാത്തതിന്റെ വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഇങ്ങനെ നേരില്ല എന്ന് ഹമീദ് ഫൈസിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ വന്ന് അത് കൃത്യമായി പരിശോധിച്ച് ബൾബിന്റെ ദൂരവും വ്യത്യാസമൊക്കെ വരുത്തി കൃത്യമായി പരിശോധിച്ചപ്പോഴാണ് അത് ബോധ്യപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ ഇതൊരു സംശയമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥരായിരിക്കുന്നു. SKSSF പറയുന്നത് നേരിലുണ്ട് എന്നാണ്. പിന്നെ ജാലിയവാലയുടെ അടുത്തേക്ക് SKSSF പറയുന്നത് ഇപ്പോൾ ഞാൻ സത്യമായി അംഗീകരിക്കേണ്ടതുണ്ട്. ഞാൻ SKSSFനെ അംഗീകരിച്ചു കഴിഞ്ഞ കാലമാണ്, പഴയ കാലത്താണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. SKSSF പറഞ്ഞത് അതിൽ മുടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ്, അമ്മുവിന്റെ മുടി ചേർത്തിട്ടുണ്ട് എന്നാണ്. ഈ അമ്മുവിന്റെ മുടിക്ക് പോലും നേരില്ല എന്ന് ജാലിയവാല എന്നോട് പറഞ്ഞു, എനിക്ക് കാണിച്ചു തന്നു. ഇത് കോടതിക്ക് മുമ്പിൽ പോലും തെളിയിക്കാവുന്ന പുതിയ രഹസ്യമാണ്. എന്റെ ലാപ്ടോപ്പിലുണ്ട്. ലാപ്ടോപ്പ് പിടിച്ചുകൊണ്ടുപോയാൽ രക്ഷപ്പെടൂല, വേറെയും കുറെ സ്ഥലത്തുണ്ട്.
ഞാൻ അത്രത്തോളം പൊട്ടനല്ല. നിങ്ങളുടെ നിന്ന് എല്ലാ പണിയെടുത്തിട്ട് നിങ്ങൾക്ക് ഉസ്താദായ ആളെ ഞാൻ ഇങ്ങോട്ട് വരുന്നു, നിങ്ങളെ ശിഷ്യനല്ല. ഞാൻ പാലക്കാട് മണ്ണാർക്കാട് ഒരു ഹോട്ടലിൽ നിന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു SSFകാരൻ മെല്ലെ ഒളിഞ്ഞു നിന്നിട്ട്, കടയിൽ ജോലിക്കാരനാണ് അയാൾ, അവിടെ നിന്നിട്ട് എന്നെ ഫോട്ടോ എടുക്കുകയാണ്. ഞാനത് എടുത്തു കഴിയുമ്പോൾ വരെ കാത്തു നിന്നു. വളരെ ഒളിഞ്ഞു നിന്ന് ചെയ്യാൻ. ഞാൻ എൻ്റെ കൂടെയുള്ള സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുക. ഞാൻ കഴിഞ്ഞപ്പോൾ കുട്ടീനെ വിളിച്ചു, ഇങ്ങോട്ട് പോകാൻ എന്നാണ്. ക്യാമറ നീ ഫോട്ടോ എടുത്തിട്ടില്ലെന്ന് വെച്ചു. ഇല്ല എന്നാണ്, ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ചെക്കൻ മടിക്കാൻ. ഞാൻ പറഞ്ഞു, മോനെ നീ SSFകാരനാന്ന് എനിക്കറിയാം. ഹോട്ടലിലേക്ക് കയറുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനോട് ഞാൻ ചോദിച്ചിരുന്നു, ആ കുട്ടിനെ കാണിച്ചിട്ട് അവൻ SSFകാരനല്ലേ? കറാമത്തോണ്ടൊന്നുമില്ല, നിങ്ങളെ ചില തിരിച്ചറിയാനുള്ള സ്വഭാവം കണ്ടിട്ടാ. ഇന്നാളത് കറാമത്താന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ എപ്പിക്കാരിടും. ഇനി അങ്ങനെ കറാമത്തായാലും വേണ്ടില്ല, കാരണം നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഒരുപാട് കറാഹത്ത് ഉണ്ടാവുമല്ലോ. അതെന്റെ കറാമത്തായി മാറുമെങ്കിൽ അത് നല്ലതാണ്. അങ്ങനെ ഞാൻ അയാളോട് പറഞ്ഞു, ആ കുട്ടിനോട് പറഞ്ഞു, മോനെ നീ എന്റെ ശിഷ്യനേ ഉള്ളൂ, ഇതിൽ ഞാൻ നിന്റെ ഉസ്താദാണ്. നിങ്ങളെല്ലാ മുസ്ലിംമാരെയും ഈ പറയപ്പെട്ട നേതാക്കളുടെ വീഡിയോ എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ നീ എന്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, ചെക്കനാകെ വർക്കാണ്. ഞാൻ പറഞ്ഞു, നിന്റെ പണി ഇപ്പൊ തീർത്തു തരാൻ എനിക്ക് കഴിയും, പക്ഷേ ഞാനൊരു SSFകാരനല്ലാത്തോണ്ട് ഞാൻ ആ പണി എടുക്കുന്നില്ല. അപ്പൊ ഈ ആളുകള് അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇവിടെ ഇഷ്ടം പോലെ വഴികൾ വേറെയുണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള, അതൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പൊ എന്റെ ലാപ്ടോപ്പിൽ ഞാൻ പറയുന്നു, SKSSF പറഞ്ഞത് ഇത് അമ്മുവിന്റെ മുടിയെന്നാണ്. എന്നിട്ട് ഇവയടുത്ത് ഞാൻ സത്താർ സാഹിബുമായിട്ടൊക്കെ സംസാരിച്ചപ്പോ എത്ര എണ്ണം മാറ്റിവെച്ചു നടക്കുള്ള കണക്ക് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ വ്യക്താക്കുന്നില്ല. അതിവിടെ വ്യക്താക്കാൻ പറ്റാത്തതായതുകൊണ്ടും അത് ചില യുദ്ധതന്ത്രങ്ങൾ ഉണ്ടാവുമല്ലോ, ആ നിലയിൽ കണക്കൂട്ടിയാൽ മതി. ഇതുവരെ നിങ്ങൾ കേട്ടതല്ലോ. പക്ഷെ ബോംബെയിൽ എത്തിയപ്പോ ജാലിയവാല എനിക്ക് കാണിച്ചു തന്നു, എന്റെ ലാപ്ടോപ്പിൽ ഈ ഒരു മുടിക്കും നിഴലില്ല. ഇനി ആ അമ്മുവിനെ കാണാൻ ശ്രമിക്കണമെന്ന് എനിക്ക് തോന്നിയത്. എന്തൊരവസ്ഥയാണിത്! ഇവിടെ ആരാണ് ഇവിടെ കൂടുന്നത്? എന്താ ഇവിടെ സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കളിച്ച കളികൾക്ക് അള്ളാഹു നിങ്ങൾക്ക് തന്ന ശിക്ഷയായത്. ഇന്നലെ മലപ്പുറത്ത് സക്കാഫി സംഗമം നടന്നപ്പോ ഉസ്താദുമാരായ ഒരുപാട് സക്കാഫിമാർ പങ്കെടുത്തു. ഇന്നലെ രാവിലെ തന്നെ വിമർശനം തുടങ്ങി എന്നെക്കുറിച്ച്. ഞാൻ സക്കാഫിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിന്നാണ് ഞാൻ വന്നത്. ഞങ്ങളൊക്കെ വന്നത് ആ സ്റ്റേജിലുണ്ടായിരുന്ന എല്ലാവരും വന്ന അതിൽ നിന്നാണ്. സക്കാഫിമാരായാലും പിന്നെ നിങ്ങൾ ഒരു ആശയത്തെ പിടിച്ചു വെച്ചെങ്കിൽ ഇന്നലെ ഞങ്ങൾ വേറൊരു ആശയനെ കൊണ്ടുവന്നു. നിങ്ങൾ സാഹിത്യമാരെ പിടിച്ചു വെക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് വേറെ കുറച്ച് സാഹിത്യമാരും വന്നു. ഇനിയും സാഹിത്യമാർ വരാനുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഗൾഫിൽ നിന്ന്, ദുബൈയിൽ നിന്ന് ഇന്നലെ 10 സക്കാഫിമാർ വരുന്നത് അറിയിച്ചു. അപ്പൊ അവർക്കൊക്കെ മോട്ടിവേഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഷാർജയിൽ നിന്ന് വിളിച്ചിട്ട് 11ാമത്തെ സക്കാഫി ഇന്ന് 1.5 മണിക്കൂർ ഞാനോട് സംസാരിച്ചു. 1.5 മണിക്കൂർ സംസാരിച്ചിട്ട് അയാൾ പറഞ്ഞ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഞാൻ തന്നെ കേട്ട് ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങളും ചിന്തിക്കും. ഞാൻ അതിനകത്ത് ബോംബ് സ്ഫോടനം മുഴുവൻ കണ്ടുവന്ന ആളാണ്, എന്നിട്ടും ഞെട്ടിപ്പോയി. അപ്പൊ അയാൾ ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാക്കി തരുന്നുണ്ട് എനിക്ക്. വേണ്ടി വന്നാൽ സക്കാഫിമാരെ വെച്ചൊരു കേരള യാത്ര നടത്തി കേരളം ഞങ്ങൾ കഴുകി വൃത്തിയാക്കും. നിങ്ങൾ നടന്ന കേരളം കഴുകി വൃത്തിയാക്കാൻ സക്കാഫിമാരിൽ എനിക്കും പെടാൻ പറ്റും. കാരണം എന്തായാലും നേരത്തെ ഇന്നലൊക്കെ അവിടുന്ന് പറഞ്ഞ പോലെ സക്കാഫിമാരെ കൂട്ടത്തിൽ ഇപ്പൊ മർക്കസ് ഇസ്ലാമിക സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ കേക്കോത്ത് അബൂബക്കർ ഓഫീസിലില്ലേ, അതുപോലെ എനിക്കും പറ്റുമല്ലോ സക്കാഫിമാരെ കൂട്ടത്തിൽ. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ സക്കാഫി അല്ല, അവിടെ റോട്ടിന്റെ അപ്പുറത്ത് ഉസ്താദിനൊക്കെ അറിയുന്ന റോട്ടിന്റെ അപ്പുറത്തെ സ്ഥാപനത്തിൽ പഠിച്ച മർക്കസിന്റെ കീഴിലുള്ള ആർട്സ് കോളേജിലാണ്. അപ്പൊ ഞാൻ സക്കാ മാത്രമായിട്ടുള്ളൂ, എന്നാൽ ഇപ്പം വേണമെങ്കിൽ സക്കാ ഫ്രീ എന്ന് വിളിക്കാം എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഇവരെ പണി ഒപ്പിക്കുമെന്നുള്ളത്. തുറന്നു പറഞ്ഞാൽ പോലും അവിടെ സക്കാഫി സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ പ്രധാന ചുമതലകളിലുണ്ടായിരുന്ന ആളുകളും അതുപോലെ സക്കാഫിമാരും അഹ്സനിമാരും അടങ്ങുന്ന ആ ഒരു വിഭാഗത്തെയാണ്. സക്കാഫി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പറയുന്നത്, നമ്മളിപ്പോ റോട്ടിൽ എന്തെങ്കിലും ഒരു തോന്നിവാസം ചെയ്ത ഒരാളെ കണ്ടാലും പലപ്പോഴും സക്കാഫി ആണോ എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ചില ദുശ്ശീലങ്ങൾക്ക് പോലും അത്തരമൊരു പേര് പര്യായം മാറിയതുകൊണ്ടാണ്. ഇപ്പൊ എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട് എവിടെ പഠിച്ചത്. ഞാൻ എന്താ പറയാ, മർക്കസ് സക്കാഫത്തു സു എന്ന് പറഞ്ഞു പിന്നെ ഡോട്ട് 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 ഇങ്ങനെ ഇടാം. ഫുള്ളായിട്ട് പറയാറില്ല, അത്രത്തോളം നമുക്ക് മടിയാണ്. ആ നിലയിലേക്ക്
പഠിച്ച സ്ഥാപനം എത്തിപ്പോയി എന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോ വിഷമമുണ്ട്. പിന്നെ ഈ ഉസ്താദുമാർ ഈ പേര് വലിയ അലങ്കാരമായിട്ട് ഉപയോഗിക്കുന്നൊന്നല്ല, അത്ര വലിയ ബഹുമാനമുണ്ടെന്ന് തോന്നിയിട്ടല്ല ഉപയോഗിക്കുന്നത്. ആ പേരുപയോഗിച്ച് നിങ്ങളോട് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ ഒരു അടയാളാണെന്നുള്ള നിലയിലാണ്. അപ്പോ ഈ ഒരു വീഡിയോ മുന്നിൽ വെച്ച് ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട്, കുറെ ചിന്തിച്ചിട്ടുണ്ട് ഈ പ്രക്രിയയുടെ രീതിശാസ്ത്രത്തെക്കുറിച്ച്. ഞാൻ എന്റെ SSFകാരോട് ചോദിക്കട്ടെ, അതവിടെ കേട്ടെ. ഇനി നമുക്ക് ഗൾഫിലേക്ക് പോവാം. അബുദാബിയിലെ ഹസ്രജി, അയാളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന ഷെയറുകളുടെ ഫോട്ടോ അദ്ദേഹം തന്നെ കാണിക്കുന്നത് നെറ്റിലൂടെ ലഭ്യമാണ്. ഞാൻ ചോദിക്കുന്ന SSFകാരോട് എന്റെ വീട്ടിലുണ്ട്, പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. എന്റെ വീട്ടിൽ ടോപ്പ് കാപ്പി മ്യൂസിയത്തിലും അതുപോലെ ലോകത്ത് പല ഭാഗത്തും മുത്തവാത്തിറായി അറിയപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഷഅർ മുബാറക്കുകളുടെ ഫോട്ടോ ഞാൻ സൂക്ഷിക്കാറുണ്ട്, തൂക്കിയിടാറുണ്ട് വീട്ടിൽ കലണ്ടറുകളിലൊക്കെ ആയിട്ട്. ഞാൻ ചോദിക്കുന്നു, ജാലിയവാലയുടെ അടുത്ത് ഫോട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, ഹസ്രജിന്റെ അടുത്തുള്ള ഒരു ഫോട്ടോ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ, ഒരു വലിയ ഷെയർ കെട്ടുകളെ ഫോട്ടോ, അത് നിങ്ങളെ വീട്ടിൽ SSFകാരുടെ വീട്ടിന് മുന്നിലും നിങ്ങളെ മദ്രസയിലും നിങ്ങൾ തൂക്കിയിടാൻ തയ്യാറുണ്ടോ? ചോദ്യം. ഇതേ ചോദ്യം ഇതിൻ്റെതല്ലായ രൂപത്തിൽ ഞാൻ പേരോടിനോട് ചോദിച്ചു, നേരിട്ട് പേരോടിനോട് ചോദിച്ചു, ഉസ്താദെ ബോംബെയിലുള്ള ഷെയർ വലിയ 4-5 ഇതായിട്ടുള്ള ഒരു മനുഷ്യരുണ്ടാവുന്നതിനേക്കാൾ വലിപ്പമുള്ളതായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് കൊണ്ടുവച്ച സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കൊണ്ടുവെക്കാൻ കൂടെ പോയിട്ടുണ്ട്, പിന്നെ എടുത്തുകൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും ജിഷാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് 60 ദിവസം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പേരോടിനോട് ചോദിച്ചു, ഉസ്താദെ അവിടെ അങ്ങനെ ഉണ്ട്. ഞാൻ സാധാരണക്കാരനാണല്ലോ, എനിക്ക് പണ്ഡിതന്മാരോട് ചോദിച്ചല്ലേ വിഷയങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഉസ്താദെ അവിടെ അങ്ങനെ കാണുന്നുണ്ടല്ലോ, എന്ത് പറയുന്നു അതിനെക്കുറിച്ചെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ മറുപടി മർക്കസുള്ള ഷെയർ ചെറുതാണ്. ചോദ്യം ഞാൻ ബോംബെയിലാണ് ചോദിച്ചത്, മൂപ്പര് പറഞ്ഞത് മർക്കസുള്ള ഷെയർ ശരിയാണ്. അപ്പൊ പിന്നെ ഞാൻ നിർത്തി. കാരണം ആ ചോദ്യത്തിൽ നിന്ന്, ആ ഉത്തരത്തിൽ നിന്ന് എനിക്ക് അതിനേക്കാൾ വലിയ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഹസ്രജിയുടെ അടുത്തുള്ളതും വളരെ വലിപ്പമുള്ളൊരു ഷെയറാണല്ലോ കാണുന്നത്, ഒരുപാടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു, നമുക്ക് ഹസ്രജിന്റെ അടുത്ത് കിട്ടിയത് നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അത്രയുള്ളതാ നമുക്ക് കിട്ടിയത്. രണ്ടാമത്തെ മറുപടിയാണ്. അപ്പൊ എനിക്ക് രോഗം മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്. അതുപോലെ ജിഷാൻ മാഹി അദ്ദേഹത്തോട് ചോദിച്ചു, ഉസ്താദെ ഇത് ഷെയർ മുബാറക് അല്ല എന്ന് നിങ്ങൾ പറയോ? അപ്പൊ പറഞ്ഞു, അത് ഞാൻ പറയില്ല. അപ്പോ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഷെയർ മുബാറക്കാണെന്ന് ഉറപ്പിച്ചു പറയോ? അപ്പോ മൂപ്പര മറുപടി, ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മൂപ്പരോട്ട് പോയത്. ഇവിടുത്തെ SSFകാർ അങ്ങനെയാണോ പറയാ? ഒരു SKSFകാരൻ വന്നിട്ട് നിങ്ങളോട് പഠിക്കാൻ വേണ്ടി, അംഗീകരിക്കാൻ വേണ്ടി, ജിഷാൻ പഠിക്കാനാണ് ചോദിക്കുന്നത്, അംഗീകരിക്കാനാണ് ചോദിക്കാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയോ എന്ന് ചോദിച്ചാൽ എന്താ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ശിഷ്യഗണങ്ങളും പറയേണ്ട മറുപടി? എന്നോട് ഇവരൊക്കെ ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞ കാലത്ത് ഞാൻ പറഞ്ഞിരുന്നത് അത് ഉറപ്പാണെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. എന്നെക്കാളും വലിയ ശിഷ്യനല്ലേ നിങ്ങള്? പേരോടെന്താ മറുപടി പറയേണ്ടത്? ആയെങ്കിലും അല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് പോവാണോ ചെയ്യേണ്ടത്? പേരോട് പറയേണ്ടത് അത് ഉറപ്പാണ്, ഞാനത് അംഗീകരിക്കുന്നു എന്നല്ലേ പറയേണ്ടിയിരുന്നത്? പേരോട് ഒഴിഞ്ഞു മാറാണ്. പിന്നെ ഇത് ആർക്കയിലും വിശ്വാസമുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്താ പറഞ്ഞത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു, ഇത് റോങ് പരിപാടിയാണ്. ജാലിയവാലയെ ഈ കരിപ്പൂർ എയർപോർട്ടിൽ ഇറക്കിയിട്ട് ആദ്യം നിങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യാറുള്ളത് പോലെ അദ്ദേഹത്തെ എന്റെ വീട്ടിലാണ് വിരുന്നൂട്ടിയത്. എന്റെ വീട്ടിൽ അദ്ദേഹത്തിന് വിരുന്ന് കൊടുത്തതിന് ശേഷം അദ്ദേഹം വീട്ടിൽ നിന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണവും കഴിച്ച് കുണ്ടൂരേക്ക് പോയി. കുണ്ടൂരിൽ നിന്ന് നേരെ പിന്നെ മർക്കസിലേക്ക് പോയി. മർക്കസിൽ നിന്ന് മർക്കസ് കോംപ്ലക്സിലെ അവിടെയുള്ള ഹോട്ടലിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസം കാസർഗോഡേക്ക് പോയി. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോയി. മംഗലാപുരത്ത് നിന്ന് നേരെ ഫ്ലൈറ്റിന് ബോംബെയിലേക്കും തിരിച്ചുപോയി. ഞാൻ തന്നെ അവിടെ കൊണ്ടുവിട്ടു. ഈ ജാലിയവാലയുടെ കൈകളിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കിന്റെ കഥ ഞാൻ പറഞ്ഞു. ഇതിവിടെ പ്രചരിപ്പിക്കുന്ന രൂപം അങ്ങനെയാണല്ലോ. അപ്പൊ
അപ്പൊ എന്നെ രണ്ടാമത്തൊന്നും കൂടി ഞാൻ ഇതുവരെ പറയാത്ത നിങ്ങൾക്ക് പറഞ്ഞുതരാം. കക്കാട് നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ കാത്തിരുന്നതാണ്. ഇവിടുന്ന് എല്ലാ ഭാഗത്തേക്കും വഴിയുണ്ടല്ലോ കക്കാട്. അപ്പൊ ആ ജംഗ്ഷൻ തന്നെ ആയിക്കോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ് മുബാറക്ക് വളരുന്നു. ഞാൻ ആ വളർച്ച നേരിട്ട് വളരുന്നു എന്നാണ് ബോംബെയിൽ നിന്ന് പറയുന്നത്. ഞാൻ നമ്മളെ ഇസ്മായിൽ സക്കാഫി തോട്ടുമുക്കുമായിട്ട് ഒരു ദിവസം കുറേ നേരം നേരിട്ടിരുന്ന് കുറേ ഞങ്ങൾ ചർച്ച ചെയ്ത് കുറെ ഡിബേറ്റ് സ്റ്റൈലിൽ തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു, ഞാൻ ഒരു മുടി കൊണ്ടു തന്നാൽ അത് ഞാൻ വളർത്തി കാണിച്ചു തരാം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു മലയാള പുസ്തകം കിട്ടി, ഒരു ശാസ്ത്രീയ നിരീക്ഷണങ്ങളുള്ള. അതിൽ പറയുന്നുണ്ട് മുടി വളരും, മരിച്ചാലും വളരുന്നതിനകത്ത് പറയുന്നുണ്ട് ചില കോശങ്ങൾ മരിച്ചിട്ടില്ലെങ്കിൽ അത് വളരാനുള്ള വഴിയുണ്ട്. അതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇസ്മായിൽ സക്കാഫിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഇസ്മായിൽ സക്കാഫി ഒരു എന്താ സാധനത്തിന്റെ പേര്, അജോയി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇതിൽ വെച്ചുകൊണ്ട് അതിലിട്ട് വെച്ചാലൊക്കെയുള്ള, അതുപോലെ ആനക്കൊമ്പ് പോലുള്ള ഒരു പ്രത്യേക മിശ്രിതങ്ങളിൽ വെച്ചാൽ ഏത് മുടിയും വളരുമെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ് മുബാറക്കാണ് വളരുന്നുണ്ട് എന്ന് ചിലർ പറയുന്നു. ചില സ്ഥലങ്ങളിൽ ചോദിച്ചാൽ അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് ജാലിയവാല തന്നതാണ്, ഇത് വളർന്നിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ അവിടെ മറ്റൊരു സംഭവം കൂടിയുണ്ട്. അത് ഞാൻ ഈ ചർച്ച ബോധ്യപ്പെടാൻ വേണ്ടി പറയുന്നത്. അവിടെ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ഷാറ് മുബാറക്ക് എന്ന് പറഞ്ഞ് ഷാറ് മുബാറക്കുണ്ട്, അതും വളരുന്നു. ഇത് ഇതുവരെ കേരളത്തിൽ ആരും പറയാത്തതാണ്. അധ്യായം 2 തുറക്കുകയാണ് ഇന്നു മുതൽ. ഇതുവരെ അധ്യായം 1 അതും വളരുന്നുണ്ടേ. കേട്ടിട്ടില്ലല്ലോ സാർ, ഇതാദ്യത്തേക്കല്ല, അതും വളരുന്നുണ്ട്. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷെയറുണ്ട് എന്ന് പറയുന്നു, അതും വളരുന്നു. അപ്പൊ ഞാൻ ഏകദേശം നിരീക്ഷിച്ചു നോക്കുമ്പോ അതിന്റെ ഒരു മോമുണ്ട്, എന്താ പറയാ, മെഴുക്. ഈ മെഴുകിൽ ചേർക്കുന്ന മസാല എന്നാണ് അതിന് പറയാം. ആ മസാലയാണ് ഈ വളർച്ചയുടെ അടിസ്ഥാന ഘടകം. ആ മസാലയിലൂടെ വളർത്താൻ എത്ര വലുതാക്കാനും സാധിക്കുമെന്ന് ഉറപ്പാണ്. അവിടെ ഇപ്പോൾ സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന വലിയ മുടി തന്നെ ഒരു മനുഷ്യനുള്ളതിനേക്കാൾ വലുതാണ്. സ്ത്രീകൾ ഉണ്ടാവുന്ന മുടിയേക്കാൾ എത്ര വലുതാണ്. ഏകദേശം ഇതിനേക്കാളൊക്കെ വലുതായിരിക്കും, എന്റെ കൈയിനേക്കാളൊക്കെ. ഞാൻ തന്നെ പരിശോധിച്ചതാണ്. ഒരുപക്ഷെ ഇതൊന്നും കാന്തപുരവും കാന്തപുരത്തിന്റെ സീമന്തപുത്രൻ ഹക്കീമും പേരോടും കണ്ടിട്ടില്ലായിരിക്കാം, കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇപ്പണി നിർത്തലാണ്. അതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ നാട്ടിലെ SSFകാർ ഒരുപക്ഷെ നിങ്ങളുടെ വികാരം ഉറഞ്ഞു തുള്ളുന്നുണ്ടെന്നും നിങ്ങൾ പ്രക്ഷുബ്ധരാണെന്നും എനിക്ക് നിങ്ങളെ കാണാതെ തന്നെ പറയാൻ കഴിയും. പണ്ട് എനിക്കും തോന്നിയിട്ടുണ്ടതൊക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിരുത്തി ചിന്തിച്ചാൽ, നിങ്ങൾക്ക് എന്നോളമായി ചിന്തിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളും ഞാനിന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക്, ഞാൻ പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. ബോംബെയിലെ ജാലിയവാല എന്ന വ്യക്തിയെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജീവിതത്തിൽ കണ്ടത് ഒരു പ്രാവശ്യം മാത്രമാണ് ബോംബെയിൽ നിന്ന്. അത് ഞങ്ങൾ പോയതിനു ശേഷം. കാരന്തൂർ മർക്കസിൽ വന്നപ്പോൾ കാന്തപുരം ഉണ്ടായിട്ടില്ല, ഹക്കീം അസ്ഹരിയാണ് ഉണ്ടായത്. ഹക്കീം അസ്ഹരി ഇത് പറയുമ്പം തന്നെ കേരളത്തിലെ സുന്നികളുടെ പേരിൽ ഇന്നുയർന്നു കാണുന്ന എല്ലാ വിവാദങ്ങൾക്ക് പിന്നിലെയും പ്രധാന ഹേതുകം. ഇന്ന് ദുബൈയിൽ നിന്ന് വിളിച്ച് സംസാരിച്ച സക്കാഫി എന്നോട് പറഞ്ഞു, 16ഓളം സ്ഥാനങ്ങൾ വഹിക്കുന്ന പല വ്യത്യസ്തമായ സംഘടനകൾ ആരുമറിയാതെ ഉണ്ടാക്കി. അതിന്റെ പേരിൽ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉണ്ടാക്കുന്ന സാമ്പത്തികമായ ക്രമക്കേടുകളും ക്രമീകരണങ്ങളും സ്വീകരണങ്ങളുമൊക്കെ എവിടേക്കാണ് ഈ പണം കൊണ്ടുപോകുന്നതെന്നറിയാത്ത വിധത്തിലുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പുകളുണ്ടെന്ന് സക്കാഫിയ പറയുന്നത്. അതിന്റെ രേഖകൾ പോലും അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട്. ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ജാലിയവാലയുമായി അടുത്ത ബന്ധമുണ്ടായതിന്റെ പേരിലും മറ്റും ഞങ്ങളിങ്ങനെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുകയും കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളെ തൊട്ടറിഞ്ഞ് കഴിഞ്ഞ കാലത്തിൽ കൂടെ ഉണ്ടായിരുന്നതിന്റെ പേരിൽ ചില സത്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുമ്പോ ഇപ്പൊ വ്യക്തിപരമായി ഞങ്ങൾ നേരൊക്കെ കുതിര കയറാണ്. ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ആരോപണമാണ്. പണം കൊടുക്കാനുണ്ട്, ഇസ്മായിൽ സക്കാഫി അങ്ങോട്ട് കൊടുക്കാനുണ്ട്, മറ്റേ സക്കാഫി ഹസൻ സക്കാഫിയുടെ ജലീൽ സക്കാഫിന്റെ പേരിൽ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. മൂപ്പര പേരിൽ വേറെ ആരോപണങ്ങളാണ്.
കിതാബിയായിട്ടുള്ള ആരോപണങ്ങളാണ്. ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ ആരോപിക്കുകയാണ്. എന്റെ പേരിൽ കുറെ ആരോപണമുണ്ട് എന്ന് ഞാൻ പറയട്ടെ. കക്കാടിന്റെ പരിസരത്ത് നിങ്ങളുടെ സംസ്ഥാന സംഘടനയിലെ വലിയ പണ്ഡിതന്റെ ഒരു പുത്രൻ, ഒരു മുസ്ലിയാരായ പുത്രൻ, ബിരുദധാരിയുണ്ട്. അയാൾ എനിക്കൊരു 5000 തരാം, ഉണ്ടെന്ന് വാങ്ങിച്ചു തരുക. വെല്ലുവിളിയാണ്. നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളാണല്ലോ. ഇതുവരെ ഈ ആരോപണം കേട്ട കാലത്തൊന്നും മറുപടി പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ് 1 മാസമായി കേൾക്കുന്നത്. മുജാഹിദുകൾക്കെതിരെ പ്രവർത്തിച്ചു വന്ന പാരമ്പര്യവും പരിചയം എനിക്കുണ്ട്. സാധാരണ ഏത് ശത്രുവും അർത്ഥമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറയാൻ ഉത്തരങ്ങളില്ലാതിരിക്കുമ്പോൾ വ്യത്യാക്ഷേപമായിട്ട് വരും. എന്നിട്ട് നമ്മൾ അതിന്റെ ബാക്കിൽ പിടിച്ച് തൂങ്ങുമെന്നാണ് അവർ നോക്കാറുള്ളത്. പക്ഷെ 3 മിനിറ്റിൽ ഇത് തീർത്തിട്ട് ഞാൻ പോകും എന്റെ പണിക്ക്. നിങ്ങൾ പറഞ്ഞ പോലെ 3 മണിക്കൂറൊന്നും അതിനു വേണ്ടി ചെലവഴിക്കില്ല. വളരെ കൃത്യമായി പറഞ്ഞുതരാം. ഞാൻ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇതുവരെ പ്രവർത്തിച്ചത് നിങ്ങളുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള എല്ലാ തോന്നിവാസവും എനിക്കും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ എന്തൊക്കെ തോന്നിവാസത്തിന്റെ ആളുകളായിരുന്നു അതൊക്കെ എനിക്കുണ്ടാവും. അഥവാ എന്റെ പേരിൽ നിങ്ങൾ ആരോപിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. നിങ്ങളെ നേതാക്കൾ നടത്തുന്ന അഴിമതിയും ആരോപണങ്ങളും ദുരാരോപണങ്ങളും വൃത്തികേടും ജീവിതത്തിന്റെ അവിശുദ്ധമായ ജീവിതമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ടാവും. അതിനകത്ത് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. തൗബ ചെയ്ത് പോകുന്നത് അതിൽ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെടാൻ വേണ്ടിയാ. അപ്പൊ പിന്നെ എന്തായാലും നിങ്ങൾ എന്നെ വ്യഭിചാരാരോപണം നടത്തിയെന്ന് സങ്കല്പിച്ചോളൂ. ഇതുവരെ നടത്തിയിട്ടില്ലേ? നടത്തണം. സമ്മതം ഞാൻ തന്നു. അങ്ങനെ നടത്തിയാൽ ഒന്ന് പരിശോധന നടത്തുക. നിങ്ങളുടെ കൂട്ടത്തിൽ ഏതൊരു നേതാവിന്റെ പേരിൽ അങ്ങനെ ആരോപണം ഉണ്ടായിട്ടുണ്ടോ? അതുണ്ടായിട്ടുണ്ടാവും. പിന്നെ കള്ളക്കാരനോ കള്ളനോ എന്തൊക്കെ പേരുണ്ടോ അതൊക്കെ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ സംഘടന ഇതുവരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അനുയായികളുടെയും പേരിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ മാത്രമാണ് അതെന്ന് തെളിയിക്കാൻ കഴിയും. അപ്പൊ അത്തരക്കാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞാടുന്ന കുറെ സാധുക്കളുണ്ട്, കഥയറിയാതെ ആട്ടം കാണുന്ന പാവപ്പെട്ടവര്. അവരോട് പറയാനുള്ളത്, നിങ്ങളൊരു നേതാവ് 1.5 കോടി രൂപ, ജില്ലാ തലത്തിലെ പ്രധാന നേതാവ് 1.5 കോടി രൂപ ഇപ്പോൾ കടമാക്കി ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ പേരിലൊക്കെ എണ്ണുന്നത് 700 രൂപ, 400 രൂപ, ലേലം വിളിക്കുമ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും ചെറിയ തുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ പേരിലുള്ള ആരോപണങ്ങൾ. പക്ഷേ നിങ്ങളെ നേതാക്കൾ, ഈ പറയപ്പെട്ട ഒരു വ്യക്തി മാത്രം 1.5 കോടിയിൽ ഒരു 10-25 ലക്ഷം രൂപ തലശ്ശേരിയിലെ ഭർത്താവ് അറിയാതെ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷ്, എന്നിട്ടത് തൊലാക്കിലേക്ക് എത്താൻ പോകുന്ന സമയത്ത് അത് രക്ഷപ്പെടുത്തിയ വഴി ഞങ്ങൾ ഉള്ളിലുണ്ടായതാണ്. ഞാൻ 1 മാസമായി നിങ്ങളോട് പറഞ്ഞു, ഈ പണി നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും. കണ്ണൂര് ഒരു വലിയ സ്ഥലം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ വാങ്ങിയിട്ട് അതെന്തായി? പിന്നെ ഉണ്ടാക്കിയ വേറെ കുറെ കണക്കുകൾ. അങ്ങനെ 1.5 കോടി ഒരു സ്ഥലത്ത്. പിന്നെ ഒരു ജില്ലാ സെക്രട്ടറി 50 ലക്ഷം രൂപ മുക്കിയിട്ട് അവസാനം പ്രസ്സൊന്നും നാട്ടൊന്നും വീട്ടൊന്നും വീടടക്കം ഒഴിഞ്ഞ് നാടുവിടേണ്ടി വന്നിട്ട് അവസാനം ക്വാർട്ടേഴ്സിൽ ഇരുന്നിട്ട് ഇപ്പോഴും വീട്ടാത്ത കടത്തിന്റെ കണക്ക് ഇപ്പോഴും അയാളെ നിങ്ങളെ ജില്ലാ സെക്രട്ടറിയാണ്. ഇതേത് ജില്ല എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, പല ജില്ലകളിലുമാണ്. ഇതൊന്നും താല്പര്യപ്പെട്ടിട്ട് പറയല്ല. നിങ്ങൾ ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ എരന്ന് വാങ്ങാൻ തീരുമാനിച്ചപ്പോ തരാൻ തീരുമാനിച്ചാണ് അങ്ങോട്ട്. പിന്നെ നിങ്ങൾ എണ്ണുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പലർക്കും അവരുടെ ജീവിത വിശുദ്ധിയെ എണ്ണാൻ ഞാൻ തയ്യാറാണ്. ഇത്രയും കാലം, ഈ കഴിഞ്ഞ 1 മാസക്കാലം 50-60 ഒരു ദിവസം 2 പരിപാടികളിലായി പലപ്പോഴും 3/4 ഭാഗം അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ഞാൻ ഉന്നയിച്ച ചില ആരോപണങ്ങൾ അടിസ്ഥാനപരമായിട്ടുണ്ടായിരുന്നു. വ്യക്തിപരമായ ഒരു ആരോപണത്തിന് ഞാൻ സമയം കളഞ്ഞിട്ടില്ല. പക്ഷെ ആ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയാതെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൊടുത്ത തിട്ടൂരവും വാങ്ങി വരുന്ന ചില ആളുകൾ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളുമായി വന്ന റെസീറ്റ് ബുക്ക് മാത്രമല്ല, വീട്ടിനുള്ളിൽ പോയി കടം വാങ്ങി വന്നതിന് ശേഷം എടുത്ത ഫോട്ടോ പോലും ഹാജരാക്കിയിട്ട് നിങ്ങളെ മുഖം പിച്ചു ചീന്തും ഞാൻ. ആരാ ഇവിടെ? നിങ്ങളെ കൂട്ടത്തിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു കുട്ടി പോലും നിങ്ങളുടെ കൂട്ടത്തിലില്ല. എല്ലാം നഗ്നന്മാരാണ്. എന്നിട്ടാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത ഇതുമായിട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഓർത്ത് കളിച്ചാൽ മാത്രം മതി. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കുടിപ്പിച്ച് കിടത്താൻ എനിക്ക് കഴിയും. അത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഒരു വെബ്സൈറ്റ് തുറന്നിട്ട് കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും എക്സ്ക്ലൂസീവ് ന്യൂസ് നിങ്ങൾക്ക് കാണാം, ഫോട്ടോ കാണാം, വാർത്തകൾ കാണാം എന്ന് പറഞ്ഞാൽ തുറന്ന് കേരളം മുഴുവൻ ഞാൻ കാണിക്കും. SKSFന്റെ സ്റ്റേജിൽ നിന്ന് കാണിക്കില്ല.
പുറത്ത് പത്രങ്ങളിലൂടെ ചാനലിലൂടെ പരസ്യം കൊടുത്ത് നിങ്ങളെ മുഖം വികൃതാക്കിയിട്ട് ഒരുപാട് സ്വാമിമാർ ജയിലറക്കുള്ളിൽ കിടന്ന് ഇന്ന് കഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളിൽ പലർക്കും അത്തരമൊരു ദുരനുഭവം ഉണ്ടാവേണ്ടെങ്കിൽ കൂട്ടാളികളായി നടക്കുന്ന അനുയായികൾ അനങ്ങാതിരിക്കുന്ന നിങ്ങൾക്ക് നന്ന്. കേൾക്കുന്നുണ്ടാവുമല്ലോ? നിങ്ങൾക്ക് നന്ന് ഇല്ല. സമസ്തയുടെ പക്ഷത്തേക്ക് വരുന്ന പാവപ്പെട്ട പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും നിങ്ങൾ ഒരുപാട് കാലമായി എന്നെ വിട്ടേക്ക്. ഇവിടെയൊക്കെ കടന്നു വരുന്ന ഓരോ സക്കാഫിമാരെയും ഹറാസ് ചെയ്യാനും അവരെ ദുരാരോപണങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് അവർ പറയുന്ന സത്യങ്ങളെ മൂടിക്കളയാമെന്നും വ്യാമോഹിച്ചിട്ട് കുറെ കാലമായി നിങ്ങൾ തുടങ്ങി. ഹസൻ സക്കാഫി, ജലീൽ സക്കാഫി, ഇസ്മായിൽ സക്കാഫി അവർ പണ്ഡിതന്മാരായതുകൊണ്ട് ഒരുപക്ഷെ അവർ ഇതുവരെ നിഷ്കളങ്കരായ പണ്ഡിതന്മാരായതുകൊണ്ട് അവർ മിണ്ടാതിരുന്നിട്ടുണ്ടാവും. ഞാൻ പണ്ഡിതനല്ല, സാധാരണക്കാരനാണെന്ന് മാത്രമല്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള പലരുടെയും രാപ്പനി അറിയുന്ന ആളാണ്. വല്ലാതെ വേണ്ട. നിങ്ങളിനി ഹെലികോപ്റ്ററിലൂടെ പോയാൽ താഴ്ന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അത്രയും നിങ്ങളെ പഠിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് രക്ഷപ്പെടാൻ പഴുതില്ല എന്ന് ആദ്യം മനസ്സിലാക്കിക്കോളൂ. എന്റെ കയ്യിലുള്ള വീഡിയോ ഒക്കെ പുറത്തോട്ടാൽ എന്റെ മക്കളെ നിങ്ങൾ ഏത് മർക്കസ് സക്കാവത്ത് സുന്നിയല്ല നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരിക. അവിടെ ജയിലറായി മാറും നിങ്ങൾക്ക് ജീവിതം. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾക്ക് എന്നും മെനക്കെട്ടാൽ എന്നും പൊളിച്ചു വരും. ഞാൻ ഇത് സാമ്പിളിന് മാത്രം തന്നതാണ്. ഞാൻ സത്യം ചെയ്തു പറയുകയാണ്, ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെ 0.2% അത്ര ഇപ്പൊ തന്നിട്ടുള്ളൂ. ഇനി പൊളിച്ചെഴുതണം നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ പൊളിച്ച് കയ്യിത്തരും ഓരോരുത്തരും. പിന്നെ ഭീഷണിയായിരിക്കും. കരാട്ടെ, കുങ്ഫു ഒക്കെ പഠിച്ചിട്ടുള്ള ഭീഷണികളുണ്ടാവാം. അതുപോലെ തന്നെയുള്ള കളരി തന്നെയാണല്ലോ നമ്മൾ പഠിച്ചു വന്നത്. അതുകൊണ്ട് അതും തൽക്കാലം ഇങ്ങോട്ടേക്ക് വേണ്ടാതാണ് അവരോട് കാണുന്നത്. നിങ്ങളെ കൈക്കരുത്തും മെയ്ക്കരുത്തൊക്കെ കാണിക്കാനുണ്ടെങ്കിൽ അത് സ്വന്തം വീട്ടിലെ മക്കളോട് പോയി കാണിച്ചാൽ മതി. SKSSFന്റെ പ്രവർത്തകർക്ക് നേരെയും നിങ്ങൾക്കെതിരെ സത്യം ബോധ്യപ്പെട്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന പ്രവർത്തകർക്കെതിരെയും നിങ്ങൾ വന്നാൽ ആ പൂതി തീർന്നു പോകും. അത്ര പറയാനുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, സത്യം പറയാനില്ലാതെ കുടുങ്ങുമ്പോ, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാലം ഞാനിത് പറയാതെ നിന്നത്, ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാതിരുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ആദർശപരവും സംഘടനാപരവുമായ കാര്യത്തിൽ നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടാകുമെന്ന ബോധ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മറുപടി കേൾക്കാൻ വേണ്ടിയാണ്. ഇന്ന് വരെ നിങ്ങൾ ആരും മറുപടി പറഞ്ഞില്ല. അവസാനം എന്താ പറഞ്ഞത്? ഞാൻ കേരളത്തിൽ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടുവന്നവർ ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഈ വേദിയിൽ നിന്ന് 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഞാൻ നിങ്ങൾക്കെതിരെ സനദടക്കം ഷഹർ മുബാറക് വിഷയം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നതിനെതിരെ ഞാനിവിടെ ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ ആരോപണം വെച്ച് സംവാദത്തിന് തയ്യാറാകും. 3 വിഷയങ്ങൾ ഞാൻ പറയാം. രണ്ടാമത്തത്, വ്യക്തിപരമായി കടം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് അഴിമതി അങ്ങനെയൊക്കെ കൂട്ടിക്കോളി, ഞങ്ങളടക്കം നിങ്ങളടക്കം നടത്തിയ ആ ഓരോ സംഭവം വെച്ചിട്ടുള്ള 1. 2. 3, അവിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് ഞങ്ങളെങ്കിൽ നിങ്ങളും അടങ്ങുന്ന ആ വിഷയത്തിലുള്ളൊരു സംവാദം. ഇത് 3നും ഞാൻ റെഡിയാണ്. ഇത് 3ലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു 99.5% മാർക്ക് എനിക്കും 12 മാർക്ക് നിങ്ങൾക്കും കിട്ടും. ഞാൻ റെഡിയാണ്. ഇത് 3നും റെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുങ്ങിക്കോളൂ. SSF കേൾക്കാൻ തന്നെ പറഞ്ഞത്, ഇതിന് തയ്യാറെങ്കിൽ നിങ്ങളുടെ നേതൃത്വത്തിലെ ഈ സംവാദത്തിന് നിങ്ങൾ ഏറ്റവും വലിയ ആളുകളൊന്നും വരണ്ട. ഏറ്റവും വലിയ ആളുകൾ ചർച്ചയാവുന്നു മാത്രം. താഴെയുള്ളവർ വന്നാൽ മതി. കാരണം സ്വന്തം ജീവിതം ചിലപ്പോൾ സമ്മതിക്കാൻ വേണ്ടിയുള്ളവരുണ്ടാവും. ഏറ്റവും താഴെയുള്ളവർ വന്നോളൂ. മേലുള്ളവരെ കൊത്തിപ്പൊളിച്ച് നിലത്തിട്ട് നിങ്ങൾക്ക് പരിഹസിക്കാൻ പറ്റുന്ന വിധത്തിൽ. പിന്നൊരു കാര്യമുണ്ട്, 10 ആളിരുന്ന് സംവാദം നടത്തിയാൽ അവസാനം 20 ആളുകളുടെ ഒരു വിഭാഗമായി അത് മാറും. അപ്പുറത്ത് കാന്തപുരത്തിന് വേണ്ടി ശൂന്യം കാണും. ആ വിധത്തിലേക്ക് എത്തുന്ന തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളായിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലെ ഒരുപാട് വേണ്ടായികകൾ തുറന്നടിച്ചുകൊണ്ട് തുറന്നു കാണിച്ച് പുറത്ത് ജനങ്ങളോട് വിശദീകരിക്കുമ്പോൾ രക്ഷയില്ലാതാവുന്നിട്ട് ഇപ്പൊ ഒരാളെ ഇറക്കി വിട്ടിട്ടുണ്ട് എന്റെ ബാക്കിൽ. ഒറ്റൊരാളേ ഉള്ളൂ. ബാക്കി ഹാബി സക്കാഫി ഇപ്പൊ ഇല്ല. പത്തപുരം ഉസ്താദില്ല. ഞാൻ അദ്ദേഹത്തോട് ഉസ്താദ് തന്നെ ഇപ്പൊ വിളിക്കുന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടാറില്ല. അതുപോലെ പിന്നെ നൗഷാദാസിന്റെ കാര്യം പറയാനില്ല. മൂപ്പര് സ്വന്തം പൈസക്കൊരു പൈസ കൊടുത്ത് ഒരു പേഴ്സ് വാങ്ങി ഇപ്പൊ പേഴ്സിൽ വെക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ്. അത്ര വിശദീകരിച്ചാൽ മതിയല്ലോ. പിന്നെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി. ഓരോരുത്തരും അങ്ങോട്ട് ചവിട്ടി പുറത്താക്കി, അല്ലെങ്കിൽ വലിച്ചു പുറത്താക്കി, അല്ലെങ്കിൽ അവരുടെ വായ പിടിച്ച് ഒരു പൂട്ടിയിട്ട് ഓഫീസിൽ നമ്മുടെ സംസ്ഥാന ഓഫീസിൽ കൊണ്ടുപോയി ചാവി വെച്ചിട്ടുണ്ട്.
ആകെയുള്ളപ്പോ ഒരു സിദ്ദീഖ് അരിയൂർ സഖാഫിയാണ്. ഇപ്പൊ വരുമ്പോ അവിടെ പ്രസംഗിക്കുന്നുണ്ടോ? മൂപ്പരെന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വിവാദമില്ലെങ്കിൽ പ്രസംഗിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. വിവാദമുള്ള കാലത്ത് മാത്രം പ്രസംഗിക്കുന്ന മനുഷ്യനാണ്. എന്നിട്ടാണ് ആകെ 12 ആളുള്ള സംഘടനയിൽ വിവാദമുള്ളപ്പോൾ മാത്രം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ അവിടെ നിന്നിട്ട് പറയാം. അപ്പൊ അയാൾ എന്റെ ബാക്കിൽ തന്നെ ഇപ്പൊ മറുപടി പറയാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വെച്ചും ചോദിക്കുന്നു, ചിലപ്പോൾ ഇവിടെ വരും, സാധ്യത ഉണ്ട്. അയാൾ വേറെ ആര് വന്നാലും വേണ്ടില്ല, അയാൾ കൊടുക്കുന്ന ക്ലിപ്പേ വേറെ ആരോടെ ഉള്ളൂ. അയാൾക്ക് ഞാനും പണ്ട് കുറേ ക്ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ക്ലിപ്പിന്റെ അപ്പുറം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപദ്രവാവും ചെയ്യും ഇൻഷാ അല്ലാഹ്. ആ വ്യക്തി ഇപ്പൊ എന്താ പ്രസംഗിക്കുന്നത്? പൂർണ്ണമായി ഞാൻ സനദിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആരാ സനദ് ഉണ്ടാക്കിയത്, എങ്ങനെ ഉണ്ടാക്കി, എവിടെ നിന്നുണ്ടാക്കി, എപ്പോഴുണ്ടാക്കി എന്നൊക്കെ വിശദീകരിക്കും. അതിനെപ്പറ്റി ഒന്നും മിണ്ടൂല ഈ സാധു. ഇന്നലെ എന്റെ നാട്ടിൽ പറ്റി ഇയാൾ പ്രസംഗിച്ചു. എന്റെ നാട്ടിൽ പോയിട്ട്, നാട്ടിലാകെ 10 SSF ഉള്ളൂ. 1500 വീട്ടിൽ 10ഓ 20ഓ വീട് മാത്രമാണ് എനിക്ക് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ന്യൂൻ നബിക്ക് കിട്ടിയിരുന്ന അതിനേക്കാളും അധികം ആളുകൾ. ജനങ്ങൾ അംഗീകരിക്കട്ടെ. ഇത് ഞാൻ ആരാ മോഡലായി മുന്നിൽ വെക്കുന്ന കാന്തപുരത്തല്ല, ഇത് അംഗീകരിക്കോ ജനങ്ങൾ? ഞാനത് വേറെ ഏതെങ്കിലും ഒരാളെ വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി കിട്ടുമായിരുന്നു ആളെ. അപ്പൊ അവിടുത്തെ സാധുക്കൾ ആരോ നിർബന്ധിച്ച്, മേഖലാ കമ്മിറ്റിയൊക്കെ നിർബന്ധിച്ച് ഒപ്പിച്ച പരിപാടിയാണ്. അവിടുന്ന് എനിക്കെതിരെ കുറെ പഴയ കാലത്ത് ഞാൻ SKSF-നെതിരെ പ്രവർത്തിച്ച ക്ലിപ്പുകളൊക്കെ ഇട്ടിട്ട് പ്രസംഗിച്ചു. ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ ആരുമില്ലായിരുന്നു രാമന്തളിയിൽ. അപ്പൊ തന്നെ നാട്ടുകാർ ചിരി തുടങ്ങി. കാരണം എന്റെ നാട്ടുകാർക്കറിയാം ഞാൻ ആരായിരുന്നു എന്നുള്ളത്. AP-ക്കാർക്കും അറിയാം, SKSF-കാർക്കും അറിയാം, കേരളത്തിൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആരുമല്ലാതിരുന്ന എന്റെ ക്ലിപ്പ് പിന്നെ ഇടുകയാണ്. ആദ്യം പറയാം ഞാൻ ആരും അല്ലായിരുന്നു, എന്നിട്ട് പിന്നെ ക്ലിപ്പിടാണ് ഞാൻ ആരും അല്ലാത്ത. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരും സംഘടനയുടെ അല്ലെങ്കിൽ നിങ്ങൾ ക്ലിപ്പുകളൊക്കെ വരുമോ, നിങ്ങൾ CD-കളൊക്കെ വരുമോ? ഇനി വന്നാൽ തന്നെ അത് കേൾക്കുന്ന പൊട്ടന്മാരാണോ ഈ AP-ക്കാർ മുഴുവൻ? അങ്ങനെ എന്റെ ക്ലിപ്പ് മുഴുവൻ ഇട്ടിട്ട് ഇയാള് കാര്യമായി പറഞ്ഞത് ദർശന ചാനലിനെതിരെ ഞാൻ പറഞ്ഞു എന്നാ. അപ്പൊ എന്റെ നാട്ടുകാർ പകുതിയാവും ഓരോരുത്തർ എന്നിട്ട് പോകാൻ തുടങ്ങി. അപ്പൊ SSF-കാരോട് അവരെന്നെ പറഞ്ഞത്രേ, SKSF-ന്റെ പ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞു എന്നോട്, അവരെന്നെ പറഞ്ഞത്രേ ഇവനെക്കുറിച്ച് SKSF-നെതിരെ പ്രവർത്തിച്ച് പറയാനാണ് നിങ്ങൾ വേണോ, ഞങ്ങൾ എന്നെ പറഞ്ഞു തരുന്നില്ലേ? അത്രേ ഉള്ളൂ, ഒന്നും പറയാനില്ല. അവസാനം ഒന്നും പറയാനില്ലാതെ ദർശന ചാനലിനെതിരെ ഞാൻ വന്നത് പറഞ്ഞു. ഞാൻ ഒന്ന് പറയട്ടെ. ദർശന ചാനൽ സംപ്രേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാനൊരു CD ഇറക്കി. നാളെ ഇവിടെ വന്നിട്ട് പറയാൻ ആദ്യം തന്നെ പറഞ്ഞാൽ പിന്നെ വിഷയദാരിദ്ര്യം അനുഭവിച്ചോളൂ. വേറെ പുതിയത് പറ്റി വരട്ടെ. എനിക്കുണ്ടൊരു കൗതുകം പുതിയതൊക്കെ കേൾക്കാൻ വേണ്ടി. ഇത് കേട്ട് കുറെ തമ്പിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ദർശന ചാനലിനെതിരെ പ്രവർത്തിച്ച ഒരു ഡോക്യുമെന്ററി ഇറക്കി. CD അന്ന് ചാനൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അതിലെ കുറെ തെളിവുകൾ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഇറക്കി. അത് കഴിഞ്ഞിട്ട് ചാനൽ പുറത്തു വന്ന ആദ്യത്തെ ദിവസം തന്നെ ഞാനും ക്യാമറക്കായിട്ടിരുന്നു. ഇതെന്തായാലും 2ാം ഭാഗം ഇറക്കാൻ പറ്റുന്ന നല്ല, ഞാൻ പറഞ്ഞതൊക്കെ അതുപോലെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോഴാണ് ഒരു നല്ല തലപ്പാവ് കെട്ടി സുന്ദരനായ ചിരിക്കുന്നൊരു പണ്ഡിതൻ അയാളിങ്ങനെ വന്നിട്ട് പറയാം, ദർശന ചാനൽ ഇങ്ങനെയുള്ളൊരു നല്ല ചാനൽ, സമൂഹത്തിന് ഉപകാരമുള്ള ചാനൽ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഇതിന്റെ അണിയറ ശില്പികൾക്കും എല്ലാവർക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നു. ആരാ? എന്റെ ബഹുമാനപ്പെട്ട പഴയ ശൈഖുന കാന്തപുരം. ഏത് ചാനൽ? മൂപ്പരെന്നെ കുണ്ടൂര് നടക്കം പ്രസംഗിച്ചിട്ടുണ്ട്. 110 കോടി രൂപക്ക് എന്തിനാണ് നിങ്ങൾക്ക് ചാനൽ എന്ന് ചോദിച്ചാള് ഈ 110 കോടി ചാനലിന്റെ ഉള്ളിൽ കയറിയിരിക്കാം മൂപ്പര്. പിന്നെ ഞാൻ ദർശന ചാനലിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ശൈഖ് ഉണ്ടാവുമ്പോൾ മുരീദും ഉണ്ടേണ്ട ആവശ്യമില്ലല്ലോ മൂപ്പര്. പിന്നെ അത് കഴിഞ്ഞപ്പോ ബർക്കത്തിന് വേണ്ടി തങ്ങളും വന്നു. ആരാ? ഖലീൽ തങ്ങൾ. വേറൊരു പരിപാടിയിൽ ഖലീൽ തങ്ങൾ, വേറൊരു പരിപാടിയിൽ ഹമീദ് സാഹിബ്, ഹജ്ജ് കമ്മിറ്റിന്റെ ഒരാളുണ്ടായിരുന്നല്ലോ അയാള്. ഇവരൊക്കെ വന്നു. ഇപ്പൊ അത് കാണിച്ചിട്ടാണ് നമ്മൾ സിദ്ദീഖ് സഖാഫി പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, സിദ്ദീഖ് സഖാഫി പൂങ്കാവനം എന്ന് പറഞ്ഞ നിങ്ങളെ മാസികയല്ലേ? പൂങ്കാവനം മാസികയിൽ ഈ പറയപ്പെട്ട ഞാൻ CD ഒക്കെ ഇറക്കിയതിനു ശേഷം പൂങ്കാവനം മാസികയുടെ ജനുവരി 2012 ലക്കത്തിൽ നിങ്ങൾ കൊടുത്ത പരസ്യത ദർശന ചാനൽ ഒരു പുതിയ ദൃശ്യ സംസ്കാരത്തിന് തുടക്കമാകുന്നു. ദർശന ചാനലിന്റെ പരസ്യത് ദൂരെ SSF-കാരൻ ചിരിക്കുന്നുണ്ടാവും. എന്താ പറയാ? അത് ഞങ്ങളെ പത്രമല്ല, ഞങ്ങൾ ആളുകൾ ഇറക്കുന്നുള്ളൂ, ഞങ്ങൾ ഔദ്യോഗിക പത്രമല്ല എന്ന് പറയും. സിദ്ദീഖ് സഖാഫിയാണ് ഇപ്പൊ ദർശനം എടുത്ത് കളിക്കുന്നത്. ഇത് കണ്ടില്ലേ നിങ്ങൾ പൂങ്കാവനം? അപ്പൊ SSF-കാരൻ വളരെ സന്തോഷത്തിൽ പറയും ഞങ്ങളെ പത്രമല്ല. എന്ത് തെളിവ് പറഞ്ഞാലും കാര്യമില്ല. നിങ്ങൾ തൽക്കാലം അവിടേക്ക് നിങ്ങൾ മറുപടി കൊടുക്കൊണ്ടിരുന്ന സിദ്ദീഖ് സഖാഫി ഉണ്ടല്ലോ, അയാളെ കല്യാണം അയാൾ തന്നെയായിരുന്നു എന്നുള്ള സംശയം നിങ്ങൾക്കാർക്കും ഇല്ലല്ലോ? ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ SSF-കാർക്ക്? എന്റെ പിന്നെ നമുക്ക് അതൊന്ന് തിരുത്തിക്കളയാം.
ആർക്കുണ്ടോ? അദ്ദേഹത്തിന്റെ കല്യാണം അദ്ദേഹത്തിന്റെ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, അയാൾ കല്യാണം കഴിച്ചത് വെട്ടിക്കാട്ടിരി ഹംസഹാജിന്റെ മകൾ ബുസ്റനെയാണെന്നും എനിക്കറിയാം. ഞാൻ ആ വീട്ടിൽ പോയിട്ടൊന്നുമല്ല, അത് വായിച്ചിട്ടുള്ള ഇവരാ. ഈ സിദ്ദീഖ് സക്കാഫി ഇത് കാണിക്കുമ്പോൾ മറുപടി പറഞ്ഞിട്ട് മൂപ്പര് പറയാൻ സാധ്യതയുള്ളത് പൂങ്കാവനം ഞങ്ങളെ പത്രമല്ലെന്ന. പക്ഷെ സിദ്ദീഖ് സക്കാഫിന്റെ പത്രം. കാരണം എന്താണെന്നറിയോ? അരിയൂരിൽ നിന്നൊരു ശുഭവാർത്ത. പൂങ്കാവനാണിത്. വേറൊരു പൂങ്കാവനത്തിൽ അരിയൂർ സിദ്ദീഖ് സക്കാഫി കല്യാണം കഴിച്ചത് സ്ത്രീധനം വാങ്ങാതെയാണെന്ന് എഴുതിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ ആ നല്ല കാര്യം കൊണ്ട് മാത്രം നിങ്ങൾ മഹാനൊന്നാവില്ല. ഇങ്ങനെ സ്ത്രീധനം വാങ്ങാതെ 4 കല്യാണം കഴിച്ച ആളാണ് സുഹൈർ ചുങ്കത്തറ. അയാൾ നല്ലതാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഒരു അഭിപ്രായം നമുക്ക് വരാനില്ല. പക്ഷേ ഇത് നിങ്ങളുടെ പത്രമല്ല. പൂങ്കാവനം എന്ന് പറഞ്ഞാലും കല്യാണം നിങ്ങൾ തന്നെയായിരുന്നില്ലേ? നിങ്ങളുടെ കല്യാണത്തെ പറ്റി പൂങ്കാവനം എഴുതിയതാണ് ഞാൻ വായിച്ചത്. എന്നിട്ട് കേട്ടോളൂ, ബാക്കിയും കൂടി കേൾക്കാലോ നമുക്ക്. അതിൽ പറയാണ്, ആദർശ വിവാഹത്തിന് തനിക്ക് പ്രചോദനമായത് പൂങ്കാവനം മാസികയിലെ ചേറൂർ അബ്ദുള്ള മുസ്ലിയാരുടെ ലേഖനമാണെന്നും ഇദ്ദേഹം പറയുന്നു. ഇനി സിദ്ദീഖിന് നിഷേധിക്കാൻ പറ്റൂലല്ലോ. ദർശന ചാനലിനെതിരെ പറയാൻ ഇനി സിദ്ദീഖിന് പറ്റൂലല്ലോ. രാമന്തളി മാത്രമല്ല, നിങ്ങളെ പത്രം നിങ്ങളെ കല്യാണത്തിന് മമോദീസ പാടിയ, നിങ്ങളെ കല്യാണത്തിന് ബൈത്തും ചൊല്ലി പിന്തുണ നൽകിയ പൂങ്കാവനം പറയുന്നു. അവസാനത്തെ പൂങ്കാവനം കൊണ്ട് പറയുന്നു, നവദമ്പതികൾക്ക് പൂങ്കാവനം കുടുംബത്തിന്റെ 1000 മംഗളാശംസകൾ. ഇത് നിങ്ങൾ ഫോട്ടോ കൊടുത്തിട്ട് പൂങ്കാവനക്കാരൻ എഴുതിയതാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു പൂങ്കാവനമാണ് എനിക്ക് പ്രചോദനം നൽകിയത്. പടച്ചോനെ, കാന്തപുരം വിഭാഗം എന്ത് പറഞ്ഞാലും അതിനെതിരുള്ള തെളിവുകൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് കൊണ്ടുതരും. അതാണ് ഇത്. ഒന്നാമത്തെ ശ്രമമാണ് അയാളെ. ആ ഒന്നാമത്തെ തന്നെ തറവാട്ടിലാണ് കിട്ടിയത്. അപ്പൊ ഇനി കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചു. എന്നിട്ട് അയാൾ എനിക്കെതിരെ കൊണ്ടുവരുന്ന ഓരോ തെളിവുകളും, എല്ലാ തെളിവുകളും നിങ്ങൾക്കെതിരാണ്. പിന്നെ സംഘടനയുടെ ആരുമായിരുന്നില്ല ഞാൻ എന്ന് പറയുന്ന ആളാണ് ക്ലിപ്പ് കൊണ്ടുവരുന്നത്. അതോടെ കഥ തീർന്നല്ലോ. ഇനി ഉണ്ടാവാൻ പോകുന്നതാണ്. നാളെ രാവിലെ മുതൽ പറയും ഞങ്ങൾ ആരുമായിരുന്നില്ല അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളോട് എന്നെ സൂചിപ്പിക്കാനുള്ളത്, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നവർ സാധാരണ ചെയ്യുന്നൊരു നാടകമാണിത്. അവർക്ക് നേരെ ആരെങ്കിലും തിരിഞ്ഞു നിന്ന് തെളിവുകൾ കൊണ്ടുവന്ന് അവരുടെ മുന്നിലിട്ടാൽ അവരപ്പോ ചെയ്യുന്ന പണിയാണ് പിന്തിരിഞ്ഞോടാൻ കണ്ടെത്തുന്ന ഇത്തരം പുതിയ വിക്രികൾ. പക്ഷേ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങളെ പോകാൻ വിടൂല. കാരണം ജാലിയവാലയുടെ അടുത്ത് നിന്ന് ഷെയർ കൊണ്ടുവന്നിട്ട് ഇത് ഷെയർ മുബാറക്കാണെന്ന് പറഞ്ഞ് അതിന്റെ സനദി കോട്ടക്കൽ വെച്ചാണ് വായിച്ചത്. കോട്ടക്കൽ നടന്ന പണ്ഡിത സമ്മേളനത്തിൽ വെച്ച് കാന്തപുരം വായിച്ചപ്പോ ആ സനദിന്റെ ആദ്യത്തിൽ വായിച്ച പേര് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാല എന്ന വ്യക്തിയുടേതാണ്. ആ സനദ് ഖാദിരിയ ത്വരീഖത്തിന്റെ സനദുമായി കമ്പയർ ചെയ്തിട്ട് പേരോട് കോഴിക്കോട് പ്രസംഗിച്ചപ്പോ ആ ജാലിയവാലയുടെ പേര് ആ സനദിലില്ലായിരുന്നു. പേരോടെ ജാലിയവാലയോടെ പോയി. മാത്രമല്ല, കോട്ടക്കൽ വെച്ച് വായിച്ചപ്പോ 45 ആളുകളുടെ പേര് സനദിലുണ്ടായിരുന്നെങ്കിൽ കോഴിക്കോട് നിന്ന് പേരോട് പറഞ്ഞത് 35 ആളുകളുടെ സനദ് എന്നാണ്. 10 പേരെ പേരോട് കൊന്നുകളഞ്ഞു. 10 പേരെ കൊന്നുകളഞ്ഞോ? എന്നിട്ട് ഈ സനദുമായി ബോംബെയിലേക്ക് ഞാൻ പോയി. ബോംബെയിലിരുന്ന് ഇഖ്ബാൽ ജാലിയവാലയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഷെയർ കിട്ടിയത് എങ്ങനെയാ? അപ്പൊ ഇഖ്ബാൽ ജാലിയവാല എന്നോട് പറഞ്ഞു, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. എങ്ങനെയാ പാരമ്പര്യമായിട്ട് കിട്ടിയത്? വാപ്പ 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 എന്ന പരമ്പരയിലൂടെയാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ സനദ് കിട്ടിയതിന്റെ പിന്നിൽ, ഈ ഷെയർ കിട്ടിയതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ഇത് ഈ പരമ്പര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള സനദ് കാണിച്ചു കൊടുത്തു. സനദിലെ 2ാമത്തെ പേരായ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു ചെല്ലണ്ട, ബോംബെയിലുള്ള ആളാണ്. ഇയാളുടെ പേര് ഞാൻ വായിച്ചു കൊടുത്തു. ഈ പേര് വായിച്ചപ്പോ ഈ ജാലിയവാല പറഞ്ഞു, എനിക്ക് അയാളറിയില്ല. ജാലിയവാലക്ക് അയാളറിയില്ല. അപ്പൊ പിന്നെ ഞാൻ ഈ സനദ് കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാന്തപുരത്തിന് ഈ ഷെയർ കൊണ്ടുകൊടുത്ത ആര് ബറക്കാത്തിയുണ്ട്, ബറക്കാത്തിനെ കാണാൻ പോയി. ബറക്കാത്തി ഒരു സക്കാഫിയാണ്. സക്കാഫിയായ ബറക്കാത്തിയോട് ചോദിച്ചു, നിങ്ങൾ സയ്യിദാണോ? അപ്പൊ ബറക്കാത്തി പറഞ്ഞു, ഞാൻ സയ്യിദല്ല, ഞാൻ പച്ച നാടനാണ്. അയാൾ സക്കാഫിയാണ്, ബോംബെക്കാരനായ സക്കാഫിയാണ്, മഹാരാഷ്ട്രക്കാരനായ സക്കാഫിയാണ്. അല്ലാതെ അയാൾ സയ്യിദല്ലെന്ന് അയാൾ തുറന്നു പറയുന്നു. പക്ഷെ കാന്തപുരം എന്താ പറഞ്ഞത്? കാന്തപുരം പറഞ്ഞത് മർഹറ ഷെരീഫിലൂടെ, കുത്തുബുദ്ദീൻ ഫിർദൗസിയിലൂടെ
ബറക്കാത്തി സയ്യിദന്മാരിലൂടെയാണ് ഞങ്ങൾക്കിത് ലഭിച്ചത് എന്നാണ് കാന്തപുരം പറഞ്ഞത്. ഈ കാന്തപുരം പറഞ്ഞ ഇങ്ങനെയൊരു ബറക്കാത്തി സയ്യിദന്മാർ, ഞാൻ കേരളം മുഴുവനും കേരളത്തിന് പുറത്തും അങ്ങനെ ബറക്കാത്തി സയ്യിദന്മാരുണ്ടോ എന്ന് അന്വേഷിച്ചു. തങ്ങൾ നിങ്ങൾക്കറിയോ ഒരു ബറക്കാത്തി സയ്യിദന്മാരെ ഏതെങ്കിലും അത് ഞാൻ ഇതുവരെ അന്വേഷിച്ചോട് കിട്ടിയില്ല. ബോംബെയിൽ അന്വേഷിച്ചിട്ടറിയില്ല, ആര് ബറക്കാത്തിക്ക് അറിയില്ല അങ്ങനെ ബറക്കാത്തി സയ്യിദന്മാരെ കുറിച്ച്. ജാലിയവാലയാണ് പിന്നെ അറിയേണ്ട ആള്. ജാലിയവാലക്കും ഇങ്ങനെ ഒരു ബറക്കാത്തി സയ്യിദന്മാരെ കുറിച്ച് അറിയില്ല. പിന്നെ കാന്തപുരത്തിന് എവിടുന്ന ഈ ഇൽഹാം ഉണ്ടായത്? ബറക്കാത്തി സയ്യിദന്മാരിലൂടെയാണ് കിട്ടിയതെന്ന് കാന്തപുരം പറഞ്ഞ പച്ച നുണയാണെന്ന് എന്റെ SSFന്റെ പ്രവർത്തകർ അറിയുക. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ബോംബെയിലേക്ക് പോവാം. അഡ്രസ് വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നലെ ഞാൻ വായിച്ചിരുന്നു, അതിന്റെ ഓൺലൈനിലൊക്കെ ഉണ്ടാവും. ആ അഡ്രസ് പിന്നെ നോക്കിക്കോളൂ. അങ്ങനെ ജാലിയവാലയുടെ അടുത്ത് നിന്ന് ഞാൻ പോയി ബറക്കാത്തിയോട് ഞാൻ ചോദിച്ചു. അതിനിടയിൽ ജാലിയവാലയോട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ കാന്തപുരത്തിന് സനത് കൊടുത്തോ? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ സനത് കൊടുത്തിട്ടില്ല. ജാലിയവാല പറഞ്ഞു സനത് കൊടുത്തിട്ടില്ല. പക്ഷേ കാന്തപുരം കോട്ടക്കലിൽ വെച്ച് വായിച്ചു പറഞ്ഞു, എനിക്ക് സനത് കിട്ടിയിട്ടുണ്ട്, ആ സനതാണിത്, കേട്ടോളൂ. ഇത്രയും കാലം കേട്ട ചോദിച്ച ആളുകൾക്ക് വേണ്ടി ഞാനിതാ വായിക്കുന്നു, പണ്ഡിതന്മാരായ നിങ്ങൾക്കൊരു തുമാനീനത്തിന് കൂടി ഞാനിതാ വായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാന്തപുരം പറഞ്ഞത്. ഞാൻ ബറക്കാത്തിയോട് ചോദിച്ചു, എങ്ങനെയാ സനത് വന്നത്? അപ്പൊ ഇയാൾ പറഞ്ഞു, കാന്തപുരം വിളിച്ചെന്നോട് പറഞ്ഞു, ജാലിയവാലയോട് സനത് ചോദിക്കണം, 2 ലക്ഷം രൂപ തരാമെന്ന് പറയണം. അത് ചോദിച്ചു. ജാലിയവാല പറഞ്ഞു, എന്റെ കയ്യിൽ സനതില്ല. പിന്നെ വീണ്ടും ചോദിച്ചു, 5 ലക്ഷം തരാം, സനത് വേണം. ജാലിയവാല പറഞ്ഞു, എന്റെ കയ്യിൽ സനതില്ല. അയാളില്ലാത്ത കൊടുക്കാൻ കഴിയില്ലല്ലോ. ആ സമയത്ത് അയാളെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സനത് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജാലിയവാല, ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് എനിക്കത് തന്നിട്ട് പറഞ്ഞു വായിക്കാൻ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് തന്നെ കൊടുത്തു പറഞ്ഞു, നിങ്ങൾ വായിച്ചോളൂ. അപ്പൊ എനിക്ക് തന്നെ തിരിച്ചു തരാം. പിന്നെ ഞാൻ അങ്ങോട്ട് കുറെ കൊടുത്തു. നിങ്ങൾ ഉസ്താദന്മാരൊക്കെ ദുആ ചെയ്യാൻ പോയിട്ടുണ്ടല്ലോ, നിങ്ങൾ ദുആ ചെയ്യും, ഞാൻ ദുആ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നത് അതുപോലെ പോലും അല്ല. എനിക്ക് വായിക്കാൻ അറിയാം അറബി, പക്ഷെ ഞാൻ വായിച്ചിട്ട് കാര്യമില്ല. അത് ഉറുദു അറബി അല്ലാത്ത ഏതോ ഒരു പഴയ കാലത്ത് എഴുതിയൊരു പഴയ പേപ്പറിലെ കഷ്ണങ്ങളാണ്. അതിൽ 45 അല്ല 450 ആളെങ്ങാനുണ്ട്. ഈ പറയപ്പെട്ട സനതല്ല അതും. അതിപ്പോ ഈ അടുത്ത് വന്നതാണ്, പണ്ടൊന്നുമില്ല. ഇപ്പൊ ഈ അടുത്തൊരു 5-6 മാസത്തിന്റെ ഉള്ളിൽ മാത്രം വന്നതാണിത്, പണ്ടുള്ളതല്ല. അതന്നെ അതിന്റെ ഒറിജിനൽ കോപ്പി കിട്ടണമെങ്കിലുള്ള അവസ്ഥകളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാ കിട്ടേണ്ടതെന്നുള്ളത്. ചിലപ്പോൾ ഞാനത് വാങ്ങിയെന്നും വരും, SSFകാരൻ അല്ലെങ്കിൽ അതിന് മുമ്പ് പോയി വാങ്ങിക്കൂടി. അതെങ്ങനെ വാങ്ങേണ്ടതെന്ന് എനിക്കറിയാം, അത് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് പഠിച്ചു നോക്കി. അദ്ദേഹത്തോട് ചോദിച്ചു, ആരിഫ് ബറക്കാത്തി പറഞ്ഞു അങ്ങനെ 5 ലക്ഷത്തിനും കിട്ടാതെ വന്നപ്പോ കാന്തപുരം ആരിഫ് ബറക്കാത്തിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ നേരെ പോയി ബോംബെയിൽ ആരുടെയെങ്കിലും കൈകളിൽ ഷാറ് മുബാറക്ക് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഷാറ് മുബാറക്ക് സൂക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് അതിന്റെ സനത് വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതിയെന്നു. കാന്തപുരം അത് പറഞ്ഞപ്പോ ഈ ആരിഫ് ബറക്കാത്തി അങ്ങനെ പണിപ്പെട്ട് പാടുപെട്ട് കഷ്ടപ്പെട്ട് ഒരാളെ കണ്ടെത്തി. അയാളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി. ഈ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയുടെ അടുത്ത് പോയിട്ട് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയോട് ഈ ആരിഫ് ബറക്കാത്തി പറഞ്ഞു, ആ സനത് എനിക്ക് വേണം, നിങ്ങളുടെ കയ്യിലുള്ള സനത്. ആരിഫ് ബറക്കാത്തിക്ക് സനത് കൊടുത്തു. എന്തോ ആവശ്യം എന്ന് പറഞ്ഞപ്പോ കോപ്പി കൊടുത്തു. നേരെ ആരിഫ് ബറക്കാത്തി കാന്തപുരത്തിന് അയച്ചു കൊടുത്തു. കാന്തപുരം കൊണ്ടുവന്ന് ആ സനത് സക്കാഫിമാരായ കുട്ടികളെ ഏൽപ്പിച്ച് അതൊന്ന് മോഡിഫൈ ചെയ്തു. ഇതുപോലെ നമ്മൾ പോയിട്ട് ബോംബെയിൽ നിന്ന് വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ റീ രജിസ്ട്രേഷൻ നടത്തി അതിന്റെ എഞ്ചിനും ചേസൊക്കെ കുറച്ച് പണിയൊക്കെ എടുത്തിട്ടല്ലേ റോട്ടിൽ ഇറക്കുള്ളൂ. അതുപോലെ കാന്തപുരം ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന സനതായതുകൊണ്ട് അതിനെ നല്ല അറബി ലിപി തന്നെ ടൈപ്പ് ചെയ്ത് ഉറുദു ടച്ചുള്ള ലിപികളൊക്കെ ഒഴിവാക്കി പേപ്പർ നല്ല ഉഷാറാക്കി അതിന് ചിത്രപ്പണികളൊക്കെ എടുത്ത് അങ്ങനെ ഉഷാറാക്കിയിട്ട് അത് പ്രിന്റ് ചെയ്ത് കോട്ടക്കൽ കൊണ്ടുവന്ന് വായിച്ചു. ഇതാണ് സനദിന്റെ അവസ്ഥ. എന്നിട്ട് ഞാൻ നേരെ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയുടെ അടുത്ത് പോയി. ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയോട് ഞാൻ ചോദിച്ചു, ഗുലാം അബ്ദുൽ ഖാദർ ഒരു സനത് കാണിച്ചു. ഈ സനത് കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് നിങ്ങളുടെ സനതാണോ? മേലത്തെ ഭാഗം മടക്കി പിടിച്ചിട്ട് ചോദിച്ചു. അപ്പൊ ഗുലാം അബ്ദുൽ ഖാദർ പറഞ്ഞു, അതെ, അതെന്റെ സനതാണ്. പിന്നെ ഞാൻ ആ പേപ്പർ ഉയർത്തിയിട്ട് കാണിച്ചു കൊടുത്തു, ഇത് നിങ്ങളുടെ സനതാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, മേലെ പേരെഴുതിയ ഈ ജാലിയവാല എന്ന് പറയുന്ന ആളെ എനിക്കറിയില്ല. ആരെ പറയുന്നത്? രണ്ടാമത്തെ സനദിൽ ആദ്യത്തെ ആൾ ജാലിയവാല. അയാൾ പറഞ്ഞു രണ്ടാമത്തെ ആളെ എനിക്കറിയില്ല. രണ്ടാമത്തെ ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു മേലത്തെ ആളെ എനിക്കറിയില്ല.
അപ്പൊ ആരെ ഈ സനത് ഉണ്ടാക്കിയത്? ബോംബെയിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ സനത് കൊണ്ടുവന്നിട്ട് അതിന്റെ മേലെ എഴുതി ചേർത്ത് ജാലിയൻവാലയുടെ പേര്. ഇത് പറഞ്ഞപ്പോ ഞാനാകെ ഞെട്ടി. കാരണം എന്താ? കേരളത്തിൽ ഒരുപാട് വേദികളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് പ്രവർത്തകരോട്, സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ ജനങ്ങളോട് ഇതാണ് സനത്, ഇതിനെ വെല്ലാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല, ഇത് യഥാർത്ഥമാണെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്ത ആളുകളാണ് നമ്മൾ. ആ യുദ്ധമാണ് പൊട്ടുന്നത്. ആ യുദ്ധമുഖത്ത് നിന്ന് നമ്മൾ പിന്മാറേണ്ടി വരികയാണ്. സത്യം ബോധ്യപ്പെടുകയാണ് നമ്മുടെ കൺമുന്നിൽ. ഈ കൺമുന്നിൽ ഇത്രയും ഇതിലിടപെട്ട ആരിഫ് ബർക്കാത്തി മുതൽ ഇങ്ങോട്ട് 3 പേർ സാക്ഷി ചേർന്ന് ഇത് പറ്റില്ല, ഇത് കളവാണ്, ഇത് ഇങ്ങനെ ഉണ്ടാക്കിയ വഞ്ചനയാണെന്ന് തുറന്നു പറയുമ്പോ, ആ തുറന്നു പറയുന്നതിന്റെ മുന്നിൽ സത്യം വീക്ഷിക്കുന്ന, സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന, ഉഹ്റവിയായി മാത്രം ചിന്തിക്കുന്ന ഒരു മുസ്ലിമിനെ എങ്ങനെയാ പിടിച്ചിരിക്കാൻ പിന്നെ കഴിയാ? പണ്ടൊരു പോസ്റ്റ്മാൻ പറഞ്ഞിരുന്നു, അയാളൊരു കത്തും കൊണ്ട് പോകുന്ന സമയത്ത് വളരെ ചെറിയൊരു പോസ്റ്റ് കാർഡിൽ ചെറിയ വാക്കുകൾ മാത്രമുള്ള ഒരു കത്ത് കണ്ടപ്പോൾ അയാൾ വായിച്ചു നോക്കിയത്രേ. അതിലുണ്ട്, ഇവിടെ എനിക്ക് സുഖം തന്നെ, അവിടെ നിൽക്കും സുഖം എന്ന് കരുതി സന്തോഷിക്കുന്നു. ഇത് കണ്ടപ്പോ പോസ്റ്റ്മാൻ ആകെ പിരാന്തായി. അയാൾ കരുതി അവിടെ അയാൾക്ക് സുഖം, ഇവിടെ ബനും സുഖമാണ്, പിന്നെ ഈ കൊണ്ടുപോകുന്ന എനിക്ക് മാത്രമാണ് രോഗം എന്ന് പറഞ്ഞ അയാൾ കത്ത് കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ അങ്ങനെ ചിന്തിച്ചു. കാന്തപുരം പറയുന്നു, ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി ജാലിയവാലക്ക് കൊടുത്തിട്ട് ജാലിയവാല എനിക്ക് തന്നതാണ് ഷാർ മുബാറക്, അതിന്റെ സനദായത് എന്ന് പറഞ്ഞ് വായിക്കാം. ജാലിയവാല പറയാ, ഈ സനദ് ഞാൻ കൊടുത്തതല്ല, മാത്രമല്ല സനദിലുള്ള ഗുലാം അബ്ദുൽ ഖാദറിന് എനിക്കറിയില്ല. ഗുലാം അബ്ദുൽ ഖാദർ പറയാ, ഈ സനദ് എനിക്കറിയാം, അത് എന്റെ സനദ് തന്നെയാണ്, പക്ഷെ ആദ്യത്തെ പേരിലുള്ള ജാലിയവാല എനിക്കറിയില്ല എന്ന് പറഞ്ഞ ഈ പോസ്റ്റ്മാൻ പറഞ്ഞ പോലെ ഞാൻ അതിന്റെ ഇടയിൽ നിന്നിട്ട് കഷ്ടപ്പെടണോ? ഞാൻ അങ്ങോട്ട് പോന്നു. ഞാൻ എന്റെ തടി സലാമത്താക്കി. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുന്ന ആളുകളോടൊപ്പം ഒരു നിമിഷം പോലും ഒരു വിശ്വാസിക്ക് നിൽക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് എന്നെ അവിടുന്ന് പിന്മാറാൻ നിർബന്ധിതനാക്കി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്നാൽ മഹാനായ പണ്ഡിതനാണെന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരുപാട് പ്രവർത്തിച്ചു നടന്ന, അതിനുവേണ്ടി പ്രചോദനങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ഞാൻ. പക്ഷേ ഇത്തരമൊരു കളവിന്റെ കൂട്ടാളിയാണ് അദ്ദേഹം എന്ന് തിരിച്ചറിഞ്ഞപ്പോ പിന്നെ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ തോന്നിയില്ലെന്ന് മാത്രമല്ല, അവിടെ നിൽക്കുന്നത് വിശ്വാസിക്ക് ഭൂഷണമല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് കൊണ്ട് സലാം ചൊല്ലി. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇനി അതിലേക്ക് പോവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ദുആ. ഞാനോ എന്റെ നാട്ടുകാരോ നാട്ടിലുള്ള പശുവോ മൃഗോ ഏതായാലും അതിലെത്തിപ്പെടരുതെന്നുണ്ട് ആഗ്രഹം. അത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നിട്ട് കാന്തപുരം ഈ സനദിന്റെ ഇതും വെച്ചിട്ട് നടക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ചെയ്ത് നമ്മൾ കേരളം മുഴുവൻ പറഞ്ഞിട്ട് ഇന്ന് വരെ കാമ്മ എന്നൊരു അക്ഷരം ഈ വിഷയത്തിൽ മിണ്ടാൻ ഒരു മറുപടിക്കാരനും സാധിച്ചിട്ടില്ല. തന്റെ ഉണ്ടെങ്കിൽ വന്ന് മറുപടി പറയാൻ. ഇതിനാ മറുപടി പറയേണ്ടത്. മറ്റെന്തെങ്കിലും പഴയ കാലത്തെ SKSF ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞു കൊടുത്തോളും സമൂഹത്തോട്. അതൊക്കെ തൗബ ചെയ്ത് അതൊക്കെ മാറ്റിവെച്ച് SKSF-നെതിരെ പ്രവർത്തിച്ചത് അബദ്ധമായിരുന്നു എന്ന തിരിച്ചറിവോടെ തിരിച്ചു വന്ന ആളാണ് ഞാൻ. എന്റെ പാരമ്പര്യമായ എന്റെ തറവാട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു. നിങ്ങൾ അങ്ങനെ പൊയ്ക്കോളൂ. ആരാ നിങ്ങൾ നിർബന്ധിച്ചത്? ഇവിടെ സമസ്തക്ക് ഒരുത്തനും വന്നാലും വന്നില്ലെങ്കിലും ഒരു കാര്യമില്ല. ഇവിടെ ഒന്നും സമസ്തക്കൊന്നും സംഭവിക്കില്ല. ഞാൻ വന്നില്ലെങ്കിലും നൗഷാദ് ഹസനി വന്നില്ലെങ്കിലും ഇവിടെ ഒന്നും വരാനൊന്നും പോകുന്നില്ല. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിത്തം ചെയ്ത മനുഷ്യനാണ് നൗഷാദ് ഹസനി. ആദ്യം ഒന്ന് പ്രസംഗിക്കുക, എന്നിട്ട് അതിന്റെ മറുപടി മൂപ്പരെന്ന് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഭ്രാന്ത്? ഞാൻ അദ്ദേഹത്തോട് എനിക്ക് സൂചിപ്പിക്കാം, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നല്ലോ, ഇപ്പോഴും ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ഒരു യൂണിറ്റ് കമ്മിറ്റി നിങ്ങളെ മുഖാമുഖത്തിന് വിളിക്കാൻ സാധ്യതയുണ്ട്. ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറാണെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ആ യൂണിറ്റ് കമ്മിറ്റി നിങ്ങൾ മുഖാമുഖത്തിന് വിളിച്ചാൽ നിങ്ങൾ പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംഘടനാപരമായി രണ്ടിലുമില്ല എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ മാറി നിൽക്കരുത്. വിളിക്കുന്ന യൂണിറ്റ് കമ്മിറ്റി കുതിരവട്ടം യൂണിറ്റ് കമ്മിറ്റി ആയിരിക്കും. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചത് ആദ്യം സുന്നിമാനിൽ വരിക, എന്നിട്ട് നന്നായി പ്രസംഗിക്കുക. നൗഷാദ് ഹസന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയില്ലേ? നൗഷാദ് ഹസൻ ഇത്രയും കാലം ഒന്നിച്ചെന്ന് എനിക്കറിയാമല്ലോ. 10 മിനിറ്റ് പ്രസംഗിച്ചാൽ 20 പ്രാവശ്യം മുപ്പരിച്ചിരിക്കും. അത് നമ്മളെ CD-യിൽ കാണാം. രണ്ടാമത് ചുറ്റും തോക്ക് പിടിച്ചു നിർത്തിയിട്ടൊരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിൽ മുമ്പ് അനങ്ങുന്നില്ല. അനങ്ങിയാൽ ഇപ്പുറത്ത് കത്തി കൊള്ളാൻ സാധ്യതയുണ്ട്. ഇങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് വരും. തക്ബീറല്ല കുറെ ആളുകൾ വെച്ചു. കളവ് പറയുമ്പോൾ മാമിയും പറയാൻ കുറെ ആളുകൾ. കളവ് പറയുന്നതിന് ആമി പറയും. ഏത് മതവിധി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത്?
എന്നിട്ട് മൂപ്പര് പറഞ്ഞു, സുന്നി മഹലിൽ പോയി ഞാൻ പ്രസംഗിച്ചിരുന്നു, ആ പ്രസംഗത്തിന് ഞാൻ ഇവിടെ വെച്ച് വെല്ലുവിളിക്കുന്നു. അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ നൽകാൻ പോകുന്ന ചിലരുണ്ടല്ലോ ഇവിടെ, അവരോട് ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറയുന്നത് രാമന്തളിയും മറ്റും പറ്റിച്ച് ചെയ്ത പണിയാണെന്നാണ് എങ്കിൽ ഞാൻ ചോദിക്കുന്നു, അതോടൊപ്പം അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സുന്നിയായ മുജാഹിദ് സുന്നികൾ തമ്മിൽ സംവാദം നടക്കുമ്പോൾ അതിനു മുമ്പ് ഒരു റിഹേഴ്സൽ നടത്താറുണ്ട്, അതുപോലത്തെ റിഹേഴ്സൽ നടത്തിയതാണ്. ഞാൻ ചോദിക്കട്ടെ, അതിലൊരു ദുആ ഉണ്ട്, സമസ്തയുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തണേ പഠിച്ചോനെ, അതും റിഹേഴ്സലാ? അത് റിഹേഴ്സലാ? എന്നാ പിന്നെ റിഹേഴ്സലിൽ ചിരിച്ച പോലെ അതിലും ചിരിച്ചുകൂടെ നിങ്ങൾക്ക്? നിങ്ങൾ മറുപടി ഇറക്കിയില്ല, എന്തേ ചിരിക്കാതെ പോയി? എന്നിട്ട് റിഹേഴ്സൽ നടത്തിയിട്ട് ഇയാൾ പറയാണ് സുന്നി മാലിൽ പോയിട്ട് SKSF-നെതിരെ പ്രസംഗിച്ചു. എന്തൊരു മണ്ടത്താണ് പറയുന്നത്. സുന്നി മാലിൽ പോയിട്ട് SKSF-നെതിരെ പ്രസംഗിക്കാൻ കഴിയും? അയാൾ പറയാണ്, ഈ പ്രസംഗം നടത്തിയതോടൊപ്പം ഞാൻ വേറൊരു പ്രസംഗം നടത്തിയിട്ട് ഇതിന്റെ അവലോകനം കൂടി കൊടുത്തിട്ടുണ്ട്. സമസ്ത ഭയങ്കര വിഷമത്തിലല്ലേ ഇപ്പൊ മുമ്പ് ഒരു അവലോകനം കിട്ടാത്തതിന്റെ പേരിൽ. എന്ത് വിഡിത്ത കളവ് പറയുമ്പോൾ കുറച്ച് ഒന്ന് ഫലിപ്പിക്കാൻ പറ്റുന്ന കളവ് പറഞ്ഞൂടെ മനുഷ്യ? കുറെ കാലമായില്ലേ നിങ്ങൾ വേദികളിൽ കേരളത്തിൽ, എന്നിട്ടും ഇങ്ങനെ ഒരു അബദ്ധം പറയേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നത് മഹാന്മാരായ സയ്യിദുമാരുടെ കൈപിടിച്ച് നിങ്ങൾ വഞ്ചിച്ചതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടോളൂ, സയ്യിദന്മാരുടെ കൈപിടിച്ച്, പാണക്കാട്ട് തങ്ങന്മാരുടെ കൈപിടിച്ചിട്ട് നിങ്ങളെന്താ അവരോട് പറഞ്ഞത്? ഞാനിതാ എല്ലാ തിന്മകളും, ആ പ്രസ്ഥാനത്തിലെ സർവ്വ തിന്മകളെയും മാറ്റി നിർത്തിയിട്ട് ഞാൻ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടതെന്ന് പറഞ്ഞ് അവരെ വഞ്ചിച്ചില്ലേ? ഇനി നിങ്ങളുടെ സ്വന്തം ഭാര്യങ്ങളെ പറ്റിക്കും, സ്വന്തം മക്കൾ പറ്റിക്കും, സ്വന്തം വാപ്പയും സഹോദരന്മാരും നിങ്ങളെ പറ്റിക്കും. കാരണം കേരള മുസ്ലിങ്ങളുടെ അഭിമാനവും അവസാന വാക്കും ആത്മീയ ചൈതന്യവുമായ ഹൈദരലി ശിഹാബ് തങ്ങളെ നിങ്ങളെ പറ്റിച്ചത്. കാന്തപുരത്തെ അല്ല. കാന്തപുരത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദർജ കൂടും പഠിച്ചോന്റെ അടുത്ത്. ഇത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. കണ്ടോളൂ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ചെലവെടുത്ത് പറ്റുന്ന ഓരോരുത്തരും നിങ്ങളെ വഞ്ചിക്കും. ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം തലേ ദിവസം വൈകുന്നേരം വരെ എന്നോടിങ്ങോട്ട്, ഇവിടെ കബീർ അൻവരിയുണ്ട്, അദ്ദേഹത്തെ നിരന്തരം ഫോൺ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ ഇതിൽ വരികയാണെന്ന് പറഞ്ഞു. ഒരാഴ്ച ഇവര് ചർച്ച കഴിഞ്ഞ്, 1.5 ആഴ്ച എങ്ങാനും. അതിന്റെ ശേഷം എന്നെ വിളിച്ചിട്ട് പറയുന്നത്, അശ്വനി ഇങ്ങനെ ഞാനൊരു പദ്ധതികളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, വലിയ വിജയമാവും, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കിനി അതന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ പല ചർച്ചകളും നടത്തിയിട്ടുണ്ട്, ഇല്ലാന്നല്ല, ഞാനും അശ്വനി തമ്മിൽ നടത്താറുണ്ട്. പക്ഷെ ഇങ്ങനെ SKSF-മായി ചർച്ച നടത്തിയിട്ട് 1.5-2 ആഴ്ച കഴിയുമ്പോ ഞാൻ ഈ കഥ അറിയുന്നത്, തലേ ദിവസം വെച്ച് ഇയാള് എന്നെ അവിടെ ഇട്ടിട്ട് ഇയാള് രക്ഷപ്പെട്ടു. 5.5 കൊല്ലക്കാലം കൂടെ നടന്ന, 6 കൊല്ലം സ്വന്തം ശിഷ്യനായിട്ട് തന്റെ പഠനം പോലും അവഗണിച്ചുകൊണ്ട് അഹ്സനിക്ക് വേണ്ടി ജീവിതം പണയം വെച്ച റാഫിയായിട്ടിട്ട് ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ചിലപ്പോൾ ഇയാൾ നാളെ ഇയാളെ ഭാര്യനെ വിഷം കൊടുത്തും കൊല്ലൂലേ ഇങ്ങനെയാണെങ്കിൽ? അതുകൊണ്ട് ആ പാപം കുടുംബത്തിന്റെ അവസ്ഥ അവർക്ക് തന്നെ പേടിയുണ്ടാവും ഇയാളെ കാണുമ്പോ. ഇതാണ് ഈ ഒരു വിഭാഗത്തിന്റെ വലയത്തിൽപ്പെട്ടാലുള്ള ഗതികേടാണ് ഈ കാണുന്നത്. എന്നിട്ട് അയാൾ ഇപ്പൊ കേരളത്തിൽ പ്രസംഗിച്ച് നടക്കുകയാണ്. സമസ്തയുടെ പണ്ഡിതന്മാരും ഉസ്താദുമാരും അയാൾക്ക് ഓഫറുകൾ കൊടുത്തു. അതിന് മാത്രം മുതലുണ്ടെങ്കിലല്ലേ കൊടുക്കണ്ടേ? അപ്പൊ എനിക്ക് 40 ലക്ഷം കൊടുത്ത അയാൾക്ക് എത്ര കോടി കൊടുക്കേണ്ടി വരും? അയാൾ പറഞ്ഞ കണക്കനുസരിച്ച്. ഏതായാലും അയാളുടെ പ്രവർത്തനങ്ങളെ ആ വിധത്തിലാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ചില ആളുകളുണ്ട്. ഇസ്ലാമിക സംസ്കാരത്തിന് ചേരാത്ത വിധത്തിൽ അയാളെ പിന്നാലെ കൂടിയ ആളുകൾ. അവർക്കും കാലം മാപ്പ് തരില്ല എന്ന് മാത്രം എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. ഇപ്പൊ നമുക്ക് ജാലിയവാലയിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഈ ജാലിയവാലയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് പറഞ്ഞ ഈ ആളുകളെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു കണക്ക് ഞാൻ പഠിപ്പിച്ചുതരാം. ഈ പറഞ്ഞ സനദിന്റെ ഒരു കണക്ക് പഠിപ്പിച്ചുതരാം. നമുക്ക് സാധാരണ ഇവിടുത്തെ മുജാഹിദുകളെ കണ്ടാൽ നമ്മൾ ജിന്ന് എന്ന് പറഞ്ഞാൽ അവർ ഓടിക്കുന്നത് പോലെ SSF-കാരോട് പറയാൻ പറ്റുന്ന ഒരു കണക്കുണ്ട്. 70, 40, 27 എന്നുള്ള കണക്ക് പറഞ്ഞു കൊടുത്താൽ SSF-കാരൻ സംഭവ സ്ഥലം വിടും, അവിടെ നിൽക്കില്ല. എന്താ 70, 40, 27 എന്ന് പറഞ്ഞാൽ? ഇന്ന് 70 വയസ്സുള്ള ജാലിയവാലക്ക് 40 വർഷം മുമ്പ് 40 വർഷം മുമ്പ് ഇന്ന് 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി സനദ് കൊടുത്തു, അല്ലെങ്കിൽ ഷെയർ കൊടുത്തു. മനസ്സിലായില്ല? മനസ്സിലാവാത്തവരുണ്ട്? ഒന്നുകൂടി കണക്ക് കേട്ടോളൂ, കാൽക്കുലേറ്ററിൽ വേണം കൂട്ടിക്കോ. 70 വയസ്സുള്ള ജാലിയവാലക്ക്, ഇന്ന് 70 വയസ്സുള്ള ജാലിയവാലക്ക് 40 കൊല്ലം മുമ്പ് ഇന്ന് 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയാണ് ഷെയർ കൊടുത്തതെന്ന് കാന്തപുരത്തിന്റെ കയ്യിലുള്ള സനദ് വ്യക്താക്കുന്നു. അപ്പൊ എവിടുന്നായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവും? ഈ ഷെയർ എവിടുന്ന് കൊടുത്തതായിരിക്കും? ആലമുൽ അർവാഹ് എന്നായിരിക്കും.
അല്ല ദുനിയാവുന്നാവില്ലല്ലോ. 40 കൊല്ലം മുമ്പുള്ള കൊടുക്കണം. ആരാണ് കൊടുക്കുന്നത്? ഇന്ന് 27 വയസ്സുള്ള ആളോ കൊടുക്കുന്നത്? ചിന്തിച്ചിട്ട് കണക്ക് കിട്ടാത്ത സംഭവമാണ്. നേരത്തെ ജലീൽ സഖാഫി പറഞ്ഞ പോലെ 34 ആളെ 6 ആളെ പുറത്താക്കിയ പോലുള്ള ഒരു കണക്ക്. പിന്നെ കേരളത്തിൽ ഇതുപോലത്തെ ഒരു മദ്രസ കാന്തപുരം വിഭാഗത്തിന് വളരെ കുറവാണ്. ഇങ്ങനെയുള്ള 1-2 മദ്രസകളൊക്കെ ഉള്ളൂ. ഇത്തരം മദ്രസകൾ വളരെ കുറവാണ് കേരളത്തിൽ. എന്നിട്ട് കാന്തപുരത്തിന്റെ ആളുകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് 2000 പള്ളികളുണ്ട് കേരളത്തിലെന്ന്. എന്റെ SSFന്റെ പ്രവർത്തകർ ഇത് കേൾക്കണം. നിങ്ങളെങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് കാര്യമില്ല, ഇവിടെ ഇരുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 2000 മദ്രസ ഉള്ള നിങ്ങൾക്ക് 25,000 മദ്രസകൾക്കുണ്ട് 2000 പള്ളിയും. 25,000 മദ്രസ ഉള്ളവർക്ക് 2000 പള്ളി മതിയോ? ചുരുങ്ങി 5000 വേണ്ടേ? എന്നാൽ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് പ്രിയപ്പെട്ടവരെ, ഈ 2000 എവിടെയായി പള്ളി? കാന്തപുരവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി നിർമ്മാണത്തിന് പേരോട് പറഞ്ഞല്ലോ, ഞാൻ CD കച്ചവടക്കാരൻ. ഞാനും മൂപ്പരും കച്ചവടക്കാരനാണ്. നിങ്ങൾ രണ്ടാളും CD കച്ചവടക്കാരാണ്. ഷെയറില്ല എന്ന് മാത്രമേ ഉള്ളൂ കച്ചവടത്തിൽ. മൂപ്പര് വേറെ കച്ചവടമാണ്. മൂപ്പര് ഭയങ്കര ലാഭത്തിലാണ് കച്ചവടം ചെയ്യാറുള്ളത്. ഞാൻ നഷ്ടമുള്ള കച്ചവടമാണ് നടത്താറുള്ളത്. മൂപ്പര് പിന്നെ എല്ലാ സദസ്സടക്കം ക്രമീകരിച്ചു കൊടുക്കും. ഒരു വയലിൽ ഞാൻ കേട്ടു, ഈ പേരോട് ഇല്ലാന്ന് പറയട്ടെ, ഞാൻ ബാക്കി പറഞ്ഞുതരാം. സെൻട്രലിലൂടെ ജനങ്ങളോട് പറയാം, നിങ്ങൾക്ക് സദസ്സിൽ ഇരിക്കേണ്ട രൂപം ഞാൻ പഠിപ്പിച്ചുതരാം. ഇങ്ങനെ ഒന്നിച്ചിരിക്കരുത്, അതാ ഇതുപോലെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ സെൻട്രലിലൂടെ നടക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കണം ഒരാൾക്ക്. പിന്നെ എല്ലാ കസേരന്റെയും പിന്നിലൂടെ ഇങ്ങനെ നടന്നു പോകാനുള്ള വഴി വേണം. എന്തിനാ അത്? നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരണം, സംഘാടകർക്ക് കൊണ്ടുതരാൻ വഴി വേണ്ടേ? സംഘാടകർ വെള്ള വിതരണം നടത്തല്ലേ ഇവിടെ പോ. എന്നിട്ട് മൂപ്പര് രണ്ടാമത് പറയാണ്, അല്ല CD വെക്കാനും കൊണ്ടുതരേണ്ടതുണ്ടെങ്കിൽ CD കൊണ്ടുതരാനൊരു വഴി വേണ്ടേ? ഇങ്ങനെ CD കച്ചവടം നടത്തുന്ന ആളാണ് ഞാനാ CD കച്ചവടക്കാരൻ പറഞ്ഞത്. എന്തൊരു കഷ്ടാണ്. എന്നിട്ട് അയാള് ആ പേരോടിന്റെ ഈ കൗമിനെ പറ്റിയും AP അബൂബക്കർ മുസ്ലിയാരെ പറ്റിയും ഞാനൊരു ഡോക്യുമെന്ററി തയ്യാറാക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചു. കാന്തപുരത്തിന്റെ ഏത് പാർട്ടാണ് CD ആക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഡോക്യുമെന്ററിക്ക് വേണ്ടി ചിന്തിച്ചപ്പോ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി, അതാക്കിയ പ്രശ്നമാണ്, ആകെ പ്രശ്നമാവും. അപ്പൊ അത് വേണ്ടെന്ന് വിചാരിച്ചു. അവസാനം ഇപ്പൊ 2000 പള്ളികൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. 2000 പള്ളികളിൽ തീരുമാനിച്ചിട്ട് ഞാനിങ്ങനെ എന്റെ സുഹൃത്തുക്കളെ കൂടെ കക്കാടമുക്ക് സംഘടനാ സുഹൃത്തുക്കളുണ്ട്. ഇവിടെ വിളിക്കേണ്ട ആവശ്യം നമുക്കില്ല. മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അന്ന് ഞാൻ കുളപ്പുറത്ത് കുന്നുംപുറത്താണ് ഞാൻ താമസിക്കുന്നത്. തറവാട് മാറി സുന്നത്തമാത്തിന്റെ രംഗത്ത്, യഥാർത്ഥ സുന്നത്തമാത്തിന്റെ രംഗത്തെത്തിയപ്പോൾ ഞാൻ അവിടെ താമസം മാറിയതാണ്. അതിന്റെ തലേന്ന് വരെ 4.5 കൊല്ലം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് എനിക്കറിയാം ഏകദേശം ഏതൊക്കെ മദ്രസകളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓരോ ജില്ലയിലേക്ക് പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിച്ചിട്ട് ഞാൻ പള്ളി എത്രയുണ്ട് നിങ്ങളുടെ ജില്ലയിൽ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് ഓരോ സ്ഥലത്ത് കണക്കൂട്ടി വെക്കുമ്പോൾ ഈ 2000ന്റെ കണക്ക് കിട്ടുന്നില്ല. അവസാനം ഞാനത് ദിർഹംസിലൊന്ന് കൂട്ടി നോക്കി, എന്നിട്ടും 2000 ആവുന്നില്ല. പിന്നെ ഞാനത് ഡോളറിലെടുത്ത് കണക്കൂട്ടി, അപ്പൊ ഏകദേശം കണക്ക് ശരിയാവുന്നുണ്ട്. തിരിച്ചു കൂട്ടിക്കൊള്ളൂ. അപ്പൊ എത്ര പള്ളിയിൽ കിട്ടും? ഡോളറിലാണ് കിട്ടിയത്. പിന്നെ ഈ പറയുന്ന വിഭാഗമാണ് 25,000 മദ്രസയുണ്ടെന്ന് പറയുന്നത്. എന്റെ കണ്ണൂർ ജില്ലയിൽ പോലും 55 മദ്രസയാണ് കാന്തപുരം വിഭാഗത്തിനൊരു ജില്ലയിലുള്ളത്. 55, 550 പോലും അല്ല, 55 മദ്രസ. 55 മദ്രസയാണ് അവിടെ ഉള്ളത്. ആ വിഭാഗത്തിന് 25,000 മദ്രസ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി ഇരുന്ന് കൂട്ടിയാലല്ലേ കിട്ടുള്ളൂ കണക്ക്. കുട്ടികൾക്ക് ഇതാണ് ഇങ്ങനെ കളവ് മാത്രം പറയാൻ ജനിച്ചൊരു വിഭാഗം. ഈ വിഭാഗത്തിന്റെ സാധാരണ സ്വഭാവമാണ്. നിങ്ങളിവിടെ കണ്ടിട്ടില്ലേ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികൾ പറയുന്നതിനേക്കാളേറെ നേതാവ് തന്നെ കളവ് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്ക് ഒരു ഗീബൽസ് അവാർഡ് തന്നെ കൊടുക്കാം. അതിന് മാത്രം കളവ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഗീബൽസിന്റെ പേരിൽ ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഞങ്ങൾ നൽകും. നിങ്ങൾക്ക് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടില്ല, അതും കിടക്കട്ടെ കൂടെ. അതിന്റെ ആളുകളോട്, കാന്തപുരത്തിന്റെ ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞാലും അതാ പറയാ, ഞങ്ങൾ ഉസ്താദ് മഹാനാണ്, ഉസ്താദ് കളവ് പറഞ്ഞു എന്ന് പറയരുത്, ഉസ്താദ് അങ്ങനെ കളവ് പറയാറില്ല. പടച്ചോനെ, അപ്പൊ പിന്നെ സത്യത്തിന് എന്താ കളവ് എന്നാണോ പേര് പറയാ? കാന്തപുരം കളവ് പറയുന്നു എന്ന് പറയുമ്പോ അതിനെ നിഷേധിച്ചിട്ട് കാന്തപുരം ഉസ്താദ് കളവ് പറയാറില്ല എന്ന് പറയുന്ന പാവപ്പെട്ട SSFകാരാ നീ അദ്ദേഹത്തെ വിശ്വസിച്ചിട്ട് തന്നെയാണ് പറയുന്നത് അറിയാം. എങ്കിലും ഞാൻ ചോദിക്കുന്നു, കാന്തപുരം പറയുന്നത് കളവല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾക്ക് സാധാരണ പറയുന്നത്, അത് സത്യമാണ്, നമുക്ക് വിശ്വാസമുണ്ട്. അതിന്റെ പേര് കളവ് നാക്കേണ്ടി വരുമോ? എന്നാൽ ഇതൊക്കെ കേട്ടോളൂ, കാന്തപുരം കളവ് പറയാറില്ലെന്ന് പറഞ്ഞ് മേനിലടിച്ച് തന്റെ നേതാവിനെ ശൈഖും കുത്തുബുമാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട SSFകാരാ ഇത് മാതൃഭൂമിയാണ്.
ഈ മാതൃഭൂമി SSFകാർക്ക് സ്ഥിരം കയ്യിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല മരുന്നാണ്. SSFകാർക്ക് എന്തെങ്കിലും മോഹാലസ്യങ്ങൾക്ക് സാധ്യത ഉണ്ടാകുന്ന സമയത്ത് നേതാവിനെ കുറിച്ച് ഓർമ്മിച്ച് അവരെ ബുദ്ധി ശരിയായ അവസ്ഥയിലേക്ക് എത്താൻ ഏറ്റവും നല്ലത് ഈ മാതൃഭൂമിന്റെ ഒരു കോപ്പി കൊടുക്കലാണ്. കേട്ടോളൂ. മാതൃഭൂമിയിൽ വന്നതിനെ ഇന്നുവരെ കാന്തപുരമോ ശിഷ്യന്മാരോ പുത്രനോ മറ്റാരെങ്കിലും ഇത് നിഷേധിച്ചിട്ടില്ല. കേട്ടോളൂ, വായിക്കാം. ഇവിടെ ഈ റോഡിന്റെ മറുവശത്ത് അവിടെ പോലും നിങ്ങൾ ബോർഡ് വെച്ചൊരു കാലമുണ്ടായിരുന്നു, തിരികേശത്തിന് ഒരു ഉത്തമ കേന്ദ്രമെന്ന് ബോർഡ്. എന്താ നിങ്ങളന്ന് പറഞ്ഞത്? എന്താ റെസീറ്റിലൊക്കെ പറഞ്ഞതാ? കേട്ടോളൂ. ഷഹറേ മുബാറക് മസ്ജിദ്. അന്ന് തന്നെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ഷഹറേ എന്ന് പറഞ്ഞ വാക്ക് ഏതാണ്? ഷഹർ അറബിയാണ്, ഓക്കെ. ഷഹറേ എന്ന് ഉറുദുവിൽ പറയില്ല എന്നാണ് ജാലിയവാല പോലും എന്നോട് പറഞ്ഞത്. നിങ്ങൾ ശേഖല്ലേ? പിന്നെ അതിന്റെ അപ്പുറത്ത് വേറൊരാൾ പറയണ്ടല്ലോ, ജാലിയവാല പോലും പറഞ്ഞത് ഷഹറേ എന്ന് പറയാറില്ല എന്നാണ്. ബാൽ മുബാറക് എന്ന് പറയാറുണ്ട്, മുയേ മുബാറക് എന്ന് പറയാറുണ്ട്. അത് വേറെ ഏതൊക്കെയോ ഭാഷകളാണല്ലോ കേട്ടത്. ഉറുദു ഉണ്ട്, ഫാർസിയൊക്കെ അതിൽ വന്നു. പക്ഷെ അറബിയിൽ ഷഹർ മുബാറക് ഒക്കെ. ഷഹറേ മുബാറക് എങ്ങനെ വന്നത്? മർക്കസിൽ ഇരിക്കുന്നത് പണ്ഡിതന്മാരല്ലേ? ഇത് മർക്കസ് ഇറക്കിയ റെസീറ്റിലെ അതിലൊരു കൂപ്പൺ 1000 രൂപന്റെ. പിന്നെ ഇത് മർക്കസ് അടിച്ചതായിരിക്കില്ല, കാരണം മർക്കസ് പിരിവ് നടത്തിയിട്ടില്ലല്ലോ, കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ കാന്തപുരം കളവ് പറഞ്ഞില്ലോ എന്നുള്ളത് ഞാൻ മാതൃഭൂമിയിൽ കേൾപ്പിച്ചുതരാം. കേട്ടോളൂ. അങ്ങനെയായിരുന്നെങ്കിൽ തിരികേശ വിവാദത്തിലേക്ക് താങ്കൾ പോകാൻ പാടില്ലായിരുന്നല്ലോ ചോദ്യമാണ്. അപ്പൊ കാന്തപുരത്തിന്റെ മറുപടി, ഞങ്ങളൊരു വിവാദത്തിലേക്കും പോയിട്ടില്ലല്ലോ, ഞങ്ങളുടെ മർക്കസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവരാണ്, മർക്കസ് കൊത്തിക്കോരി കളയേണ്ടതാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയുമോ? പ്രവാചകന്റെ കേശം എന്നത് വെറും നാടൻ കേശമല്ല, അത് തിരികേശം തന്നെയാണ്. അത് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു എന്നല്ലാതെ ഞങ്ങളാരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. എന്നിട്ട് പറയാ, നോട്ടീസ് അടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരു കൂട്ടർ തിരുകേശത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ മറുപടി പറയാൻ ഞങ്ങൾ നിർബന്ധിതരായതാണ്. കാന്തപുരത്തിന്റെ ആളുകൾ നോട്ടീസ് അടിച്ചിട്ടില്ലേ? സിറാജിലുണ്ടായിട്ടില്ലേ? നോട്ടീസ് തന്നെ അടിച്ച് ഒട്ടിച്ചിട്ടില്ലേ നിങ്ങൾ? അടുത്ത ചോദ്യം കേട്ടോളൂ, കാന്തപുരത്തോടുള്ള അടുത്ത ചോദ്യം. താങ്കളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പലരും അതിനെ കാണുന്നത്. തിരികേശം സൂക്ഷിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കുക, അതിനെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നിങ്ങനെ. അപ്പൊ കാന്തപുരത്തിന്റെ മറുപടി കേട്ടോളൂ. അങ്ങനെയൊന്നും ഞങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. പിന്നെ ഇതെന്തിനടിച്ചതാ? ബർക്കത്തിന് കൊടുക്കാൻ വേണ്ടി അടിച്ചതാ? ഈ സാധനം എന്തിനടിച്ചത്? ഇതിലുണ്ട് ഷഹറേ മുബാറക് മസ്ജിദ് മലയാളം, ഷഹറേ മുബാറക് മസ്ജിദ് ഇംഗ്ലീഷ്, അണ്ടർ മർക്കസ് സഖാഫത്ത് സുന്നിയ. അണ്ടർ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ഒന്നല്ലല്ലോ, മർക്കസിന്റെ കീഴിൽ നല്ല ഉദ്ദേശം, മർക്കസ് അടിക്കുന്നല്ല ഉദ്ദേശം. എന്നിട്ട് ഡൊണേഷൻ 1000 റുപ്പീസ് 1000. ഇത് എന്തിനടിച്ചതാ? കാന്തപുരം പറഞ്ഞ മറുപടിയാണ് ഈ കേൾക്കുന്നത്. ഞങ്ങൾ തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും നടത്തിയിട്ടില്ല. പള്ളി ഉണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യവുമില്ല. ഇതിന്റെ ഒന്നും ആവശ്യം, മുപ്പര് പിരിച്ച പൈസന്റെ ആവശ്യമില്ല. അത് ഞാൻ അവിടെ വെച്ചു, അതിന്റെ ആവശ്യമൊന്നും ഇല്ല, പള്ളി ഉണ്ടാക്കൂല. എന്നിട്ട് ഇന്ത്യയിൽ ആകമാനം 2000-ലുള്ളതും പള്ളി ഉണ്ടാക്കിയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അടുത്ത ചോദ്യം, തിരികേശ പള്ളി എന്നൊരാശയം ഇല്ലെന്നാണോ എന്ന ചോദ്യം. അങ്ങനെ ഒരു പള്ളിയില്ല. ഇതിലെന്താ പറഞ്ഞത്? ഫോട്ടോ അടക്കമുണ്ട്. അങ്ങനെ ഒരു പള്ളിന്റെ ഫോട്ടോ ഉണ്ട്. ഇതാ പിന്നിലുണ്ട്, തിരികേശത്തിനൊരു ഉത്തമ കേന്ദ്രം. അങ്ങനെ ഒരു പള്ളിയില്ല. കാന്തപുരം പറഞ്ഞ 2 വാചകങ്ങളെ, കാന്തപുരത്തിന്റെ 2 വാചകങ്ങളെ അത് രേഖീയമായി മാറിയതിന് 2 എണ്ണം എന്റെ 2 കൈയിലും പിടിച്ച് ഈ നാട്ടിലെ SSFകാരോട് ഞാൻ ചോദിക്കുന്നു, ഇത് 2ഉം കാന്തപുരം പറഞ്ഞതാണ്, ഇത് 2ഉം സത്യമാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തോ രോഗം ബാധിച്ചു. ഇതിലൊന്നേ സത്യം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിലേത് സത്യം എന്ന് പറയാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. ഇതാ കേട്ടോളൂ, കാന്തപുരം പറയുന്നു അങ്ങനെ ഒരു പള്ളിയില്ല. എന്നാൽ ഇതാ കേട്ടോളൂ, തിരികേശത്തിനൊരു ഉത്തമ കേന്ദ്രം, 25,000 പേർക്ക് നിസ്കരിക്കാവുന്ന മസ്ജിദ്, ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയം, ഇസ്ലാമിക് ഡിജിറ്റൽ ലൈബ്രറി, ശരിയ റിസർച്ച് സെന്റർ, എന്നിട്ട് ശേഷം വിവിധ സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന. അത് നന്നായി.
ഇസ്ലാമിക വാസ്തുശില്പകലകൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ മസ്ജിദ് സമുച്ചയത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാവുക. ഇത് കാന്തപുരം തേഴത മർക്കസ് സക്കാവത്ത് സുന്നിയ കാരന്തൂർ കാലിക്കറ്റ് പിന്നെ ഒരുപാട് വെബ്സൈറ്റും അല്ല ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് കാന്തപുരം അടിച്ചിറക്കിയ നോട്ടീസ്, ഇത് കാന്തപുരം നൽകിയ അഭിമുഖം. ഇതാ കേട്ടോളൂ, വീണ്ടും കേട്ടോളൂ. അങ്ങനെ ഒരു പള്ളിയില്ല, പള്ളികൾ പലതും ഉണ്ടാവും, അതിലേതെങ്കിലും ഒന്നിൽ തിരികേശം സൂക്ഷിച്ചു എന്ന് വരാം. നിങ്ങൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ലേ? അവിടുന്ന് ട്രെയിനിന്റെ അനൗൺസ്മെന്റ് എങ്ങനെ ഉണ്ടാവുക? ട്രെയിൻ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നെങ്കിലും പറയും. ഇതിൽ അത്ര പോലും ക്ലാരിഫിക്കേഷൻ ഇല്ല. സൂക്ഷിച്ചു എന്ന് വരാം ഏതെങ്കിലും ഒരു പള്ളിയിലെ. പക്ഷെ കാന്തപുരം ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, തിരികേശത്തിന് ഉത്തമ കേന്ദ്രമാണ്, ഇതെല്ലാം ഉള്ള ഏറ്റവും വലിയ ഇതിന്റെ സമുച്ചയമാണ് ഷാറെ മുബാറക്ക് മസ്ജിദുമാണ്. എന്താ ഈ മനുഷ്യനെ പറ്റി പറയാം? ഇങ്ങനെ പറയുന്ന ഒരാള് ഇത് സത്യമാണോ കളവാണോ എന്ന് പരിശോധിക്കാൻ ഇനി അമേരിക്കയിലൊന്നും വേണ്ട, മാതൃഭൂമി വാങ്ങിച്ചാൽ മതി. ഇത് പറയുമ്പോൾ ഇവർ പറയും ഞങ്ങൾ മദ്രസകളുണ്ടാക്കി, ഞങ്ങൾ കേരളത്തിൽ ഇംഗ്ലീഷ് മീഡിയങ്ങൾ ഉണ്ടാക്കി, സമൂഹത്തിന് നന്മ നൽകുന്ന നന്മയുടെ വക്താക്കളാണ് ഞങ്ങളെന്ന് പറയാറുണ്ട്. എന്നാലേ ഇതേ മർക്കസ് സക്കാവത്ത് സുന്നിയന്റെ കോഴിക്കോട് ഒരു സ്കൂളുണ്ട്, അതിന്റെ പേരാണ് മർക്കസ് ഇന്റർനാഷണൽ സ്കൂള്. മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞയക്കുന്നത് നല്ല നിലയിൽ നിസ്കാരവും നോമ്പൊക്കെ നോറ്റി പോരാനാ, സംസ്കാരം പഠിക്കാനാ. എന്നാൽ ഇത് കേട്ടോളൂ, മർക്കസിലെ രക്ഷിതാക്കൾ ഇറക്കിയ നോട്ടീസ്, മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിലെ രക്ഷിതാക്കൾ പ്രക്ഷോഭത്തിലേക്ക്. എന്നിട്ട് പറയാണ്, ഒരു കാരണം പറയാം അവിടെയുള്ള പ്രക്ഷോഭത്തിന്റെ കാരണം. ഒന്ന്, നിർത്തലാക്കിയ ളുഹർ നിസ്കാരം പുനഃസ്ഥാപിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും? ഒരുപാട് കമ്പനികളുടെ മുന്നിൽ ബോർഡുകൾ ഉണ്ടാവും, ഓട്ട് കമ്പനികളുടെ മുന്നിൽ, അല്ലെങ്കിൽ പ്ലൈവുഡ് കമ്പനികളുടെ മുന്നിൽ, അല്ലെങ്കിൽ ഗ്വാളിയർ റയോൺസിന്റെ മുന്നിലൊക്കെ ബോർഡ് ഉണ്ടായിട്ടുണ്ട് പണ്ട്. ഇത് 3-4 മാസത്തോളം പള്ളി അവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്ക് ളുഹർ നിസ്കരിക്കാൻ അവസരമില്ലാതെ അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ ബുദ്ധിമുട്ടിച്ചപ്പോ രക്ഷിതാക്കളൊക്കെ നോട്ടീസാ. എന്നിട്ട് രക്ഷിതാക്കൾ എന്ന് പറയാണ്, നിസ്കാര ഹാളിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന 2 ക്ലാസ് റൂമുകൾ പൊളിച്ചുമാറ്റി നിസ്കാര സൗകര്യം കൂട്ടുക. എങ്ങനെ ഇവർക്ക് ജനങ്ങൾ മദ്രസ കൊടുക്കുക? ഇവർക്ക് നാട്ടുകാർ മദ്രസയും പള്ളിയും വിട്ടുകൊടുത്താൽ ആ പള്ളിയിലും മദ്രസയിലും ഇവർ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കൂലേ പോയിട്ട്? അതുകൊണ്ടല്ലേ ജനങ്ങൾ ഇവർക്ക് വിട്ടുകൊടുക്കാത്തത്? ഇങ്ങനെ സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ ഈ ദുരന്തം അറിഞ്ഞപ്പോ, ഞങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോ, രക്ഷിതാക്കൾ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോ മർക്കസിന്റെ വക വേറെ നോട്ടീസ്. അതിൽ പറയാണ്, മുതിർന്ന ക്ലാസുകൾ ളുഹർ നിസ്കാരം നടക്കുന്നുണ്ട്, ജമാഅത്തായി നടക്കുന്നുണ്ട്. നിസ്കാരം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മോശം. അപ്പൊ ജമാഅത്താണ്. ജമാഅത്തല്ല ഇവിടെ പ്രശ്നം. അവിടെ നിസ്കാരം പോലും നടക്കാതെ വന്ന് കുട്ടികൾ കലായിട്ട് വന്നത്. ജമാഅത്ത് കലായി എന്നല്ല പറഞ്ഞത്, നിസ്കാരം കലായി എന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത്. എന്നിട്ട് പറയാണ് ളുഹർ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് ജമാഅത്തായിട്ട്. മുതിർന്ന കുട്ടികൾക്ക്, ബാക്കിയുള്ള കുട്ടികൾക്ക് മർക്കസ് പറയുന്നു അടുത്ത വർഷം നിസ്കരിക്കാം നിങ്ങൾക്ക്, അടുത്ത വർഷം ചാൻസ് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഒരുപാട് ഫിഖ്ഹിന്റെ മസ്അലകളൊക്കെ പരിധി നോക്കി. അവർ എത്ര ദൂരമുള്ള ഒരു അവസരം എവിടെയെങ്കിലും ഉണ്ടോ നിസ്കാരത്തിന്? ഹൈലും നിഫാസിന് പോലും ഇല്ല ഇത്ര വിടുതൽ. ഇത്ര സമയം ലീവ് അതിൽ പോലും കിട്ടൂല. മർക്കസിലെ കുട്ടികൾ ഇപ്പോ ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയുണ്ട് കുട്ടികൾക്ക് ഒരുപാട് കാലം. ഈ കുട്ടികളുടെ അവസ്ഥയിൽ പറയുന്ന നിസ്കാരം പോലും. എന്നിട്ടാ പറയുന്നത് ഞങ്ങൾ സംസ്കാരം പഠിപ്പിക്കുന്നു, ഞങ്ങൾ സഖാഫത്ത് പഠിപ്പിക്കുന്നു, ഞങ്ങൾ സുന്നത്ത് മാത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഏത് സുന്നത്ത് മാത്ത് നിങ്ങൾ പറയുന്നത്? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞ് അബദ്ധങ്ങൾ കൊണ്ടുവന്ന് ഈ അബദ്ധങ്ങളെ നിങ്ങൾ സമൂഹത്തിന് പരിചയപ്പെടുത്തിയ നിങ്ങളാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ സുന്നികളാണെന്ന്. എന്താ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ? പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്താ ഈ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് കത്തുമെന്ന് മാത്രമല്ല, ഖുർആനല്ലാത്ത എല്ലാ മോചിസത്തും മുറിഞ്ഞു പോകുന്ന പറഞ്ഞത്. എന്താ ഈ പൊന്മുളക്കാരൻ, ഈ മുഫ്തി, ഈ മനുഷ്യൻ ദൈവബന്ധിയാണെന്ന് ഒരിക്കലും ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഇപ്പൊ ഉറപ്പായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിസത്ത് മുറിയുമെന്ന് പറഞ്ഞ ആദ്യത്തെ മനുഷ്യനാരാ? ഇന്ത്യയിൽ ആദ്യത്തെ മനുഷ്യനാരാ? തബ്ലീഗ് ജമാഅത്തിന്റെ ദൈവബന്ധിസത്തിന്റെ അൽ കാസിമി ബിരുദം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ് കാസിം നാനൂത്തവിന്റെ പേരിലുള്ള ബിരുദാത്. ആ ബിരുദവും വാങ്ങിയിട്ടാണ് പൊന്മുള നടക്കുന്നത്. പൊന്മുള സക്കാഫിയോ മറ്റൊന്നല്ല, പൊന്മുള അൽ കാസിമിയായ അൽ ദൈവബന്ധിയാണ്. ഈ ദൈവബന്ധിയായ മനുഷ്യന്റെ അവസ്ഥ. എന്നിട്ട് ഈ ദൈവബന്ധിയെ പേറിയിട്ട് നടക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നല്ലോ പാവപ്പെട്ട സുഹൃത്തുക്കളെ. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. യഥാർത്ഥ സുന്നത്തെ ജമാഅത്ത് നിലകൊള്ളുന്നത് സമസ്തയുടെ പക്ഷത്താണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ്.
എന്നിട്ട് കാന്തപുരത്തിന്റെ മുഖം കടലിന്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാക്കിയാത്തിലെ ഷാർ മുബാറക്കിന് സനദ് ചോദിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച കാന്തപുരം അവസാനം ബാക്കിയാത്തിലെത്തിയപ്പോ ഇനിയൊന്ന് മുഖം കിട്ടൂ. ഇതാണ് ഷാർ മുബാറക്ക്. ഇതാണ് ഷാർ മുബാറക്കും ഷാർ മുബാറക്കിന്റെ മഹത്വം. ഇതാണ് വെല്ലൂരിലുള്ള ബാക്കിയാത്തിലും ലത്തീഫയിലുമുള്ള ഷാർ മുബാറക്കുകളുടെ സനദ് ചോദിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച കാന്തപുരം വെല്ലൂരിൽ സനദ്ദാനത്തിനേറ്റ് പോവാൻ നിൽക്കുമ്പോഴാണ് 140ഓളം വരുന്ന കുട്ടികൾ പറഞ്ഞത് കാന്തപുരത്തിന്റെ കൈ കൊണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് ആ സനദ് വേണ്ട, സനദ് തരുന്ന യോഗത്തിൽ കാന്തപുരം അധ്യക്ഷം വഹിച്ചാലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മക്കയിൽ നിന്ന് വന്നൊരു വലിയ പണ്ഡിതനെ കൊണ്ട് അവിടെ സനദ് കൊടുപ്പിക്കുകയും അദ്ദേഹം തന്നെ സനദ്ദാന പ്രസംഗം നടത്തുകയും ചെയ്തു. കാന്തപുരത്തിന് ആ ദിവസം തന്നെ പങ്കെടുപ്പിച്ചില്ല. അവിടെ ആദ്യത്തെ ദിവസം തന്നെ കൊടുത്തുവിട്ടു. ഇത് ഷാർ മുബാറക്കിന്റെ മഹത്വമാണ്. ഷാർ മുബാറക്കിനെ സുന്നികൾ ആരും എതിർത്തിട്ടില്ല. വെല്ലൂരിലെ ഷാർ മുബാറക്കിനെ എതിർക്കാൻ നിങ്ങൾ പഠിപ്പിച്ചതിന്റെ പരിണിതി നിങ്ങൾ വെല്ലൂരിൽ നിന്ന് അനുഭവിച്ചു. ഇനി എത്ര മുഖംകടൽ വരാനിരിക്കുന്നു, ഇനി എത്ര വരാനിരിക്കുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നിനെയും തന്റെ ശിഷ്യന്മാർ തന്നെ തുറന്നെഴുതുകയും തുറന്നെതിർക്കുകയും ചെയ്യുന്ന ചുറ്റുപാടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുന്നിയിലെ മുജാഹിദായ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ തിരിച്ചറിയുകയാണ്. സുന്നിയിൽ നിന്ന് ജീവിക്കുന്ന മുജാഹിദാണ് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അയാളുടെ വിദണ്ഡവാദങ്ങൾ ഒരുപാടുണ്ട്. അയാൾ ഇറക്കിയ സമുദായത്തിലെ മഹാന്മാരായ ഔലിയാക്കളെയും സാദാത്യങ്ങളെയും വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. ഈ പുസ്തകങ്ങൾ ഓരോന്നും പ്രവർത്തകർ, SSFന്റെ പ്രവർത്തകർ, SVSകാർ ചെയ്യേണ്ടത് അത് പിൻവലിക്കാൻ അനിവാര്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ സംഘടനയെ ശുദ്ധീകരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇസ്മായിൽ സക്കാഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ നന്നാവാണ് പോലും ഇങ്ങോട്ടേക്ക് വേണ്ട കടലിൽ കൊണ്ടുപോയി കളഞ്ഞോളൂ എന്ന് പറഞ്ഞു. അത്രമേൽ അയാൾക്കുള്ളിലുള്ളത് ബിദ്അത്താണെന്ന് നാം തിരിച്ചറിയണം. SSFന്റെ പ്രവർത്തകർ മറുപടി പറയാൻ നിങ്ങളെ നേതാക്കളെ നിങ്ങൾ നിർബന്ധിക്കുന്നുവെങ്കിൽ ഞാനിവിടെ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. ബോംബെയിൽ നിന്ന് നിങ്ങളുടെ നേതാവ് കാന്തപുരം കൊണ്ടുവന്നത് യഥാർത്ഥ സനദല്ല, വ്യാജ സനദാണെന്ന് ഞാൻ പറയുന്നു. നിങ്ങളെ സംസ്ഥയിലെ മുഴുവൻ പണ്ഡിതന്മാർ ഒരു ഭാഗത്ത് കാന്തപുരം അടക്കം ഇരുന്നാൽ മറുഭാഗത്ത് ഞാൻ ഒറ്റയ്ക്കിരുന്നോളാം. അത് വ്യാജമാണെന്ന് തെളിയിക്കാനുള്ള സർവ്വരേഖകളും എന്റെ കയ്യിലുണ്ട് എന്നറിയിച്ചുകൊണ്ട് എന്റെ SSFന്റെ പ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ളത്, രക്ഷപ്പെടാൻ വേണ്ടി എളുപ്പവഴികൾ പെട്ടെന്ന് തേടുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന പിരിച്ചുവിടാൻ പോലും ഒരു കുട്ടിയില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് എത്തിപ്പെടും. അതുകൊണ്ട് ദുആ വസിയത്തോടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാമെന്നറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.